Hi dears, welcome to AGS B.Ed classes. യോഗ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന കോഴ്സിലെ തേർഡ് യൂണിറ്റ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ദ നെയിം ഓഫ് ദ ചാപ്റ്റർ ഈസ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ആൻഡ് ന്യൂട്രീഷൻ. അപ്പം കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകർച്ചവ്യാധികൾ അല്ലെ, അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്, ലൈഫ് സ്റ്റൈൽ കൊണ്ടുണ്ടാവുന്ന നമ്മുടെ മോഡേൺ ഭക്ഷണ രീതി കൊണ്ടും ജീവിത രീതി കൊണ്ടും ഉണ്ടാകുന്ന കുറെ രോഗങ്ങളുണ്ട് നമുക്ക്. അപ്പൊ ഈ രോഗങ്ങളെ പറ്റിയിട്ടും അതുപോലെ പകർച്ചവ്യാധികൾ, പിന്നെ അതുപോലെ തന്നെ ന്യൂട്രീഷൻ അല്ലെ. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ പോഷകങ്ങൾ, മനുഷ്യന് നല്ല ജീവിതത്തിന് അല്ലെങ്കിൽ ആരോഗ്യകരമായ ശരീരത്തിന് എന്തൊക്കെ ന്യൂട്രീഷൻസ് ആണ് അത്യാവശ്യം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്? കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ കോസ്ഡ് ബൈ ഇൻഫെക്ഷ്യസ് ഏജൻസ് അല്ലെ. അതായത് ഇൻഫെക്ഷ്യസ് ഏജൻസ്, പകർച്ചവ്യാധികൾ പരത്തുന്ന ഏതെങ്കിലും ഒരു ജീവി ഉണ്ടായിരിക്കും, ഫംഗസോ ബാക്ടീരിയോ അങ്ങനത്തെയൊക്കെയുള്ള ജീവികളെയൊക്കെയാണ് നമ്മൾ ഇൻഫെക്ഷ്യസ് ഏജൻസ് എന്ന് പറയുന്നത്, സൂക്ഷ്മജീവികൾ. അപ്പോൾ അവര് പരത്തുന്ന ഡിസീസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത്. ദിസ് ഡിസീസ് ക്യാൻ സ്പ്രെഡ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ അല്ലെ. ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് പകരുന്നതാണ് എന്ത്, ഇൻഫെക്ഷ്യസ് ഡിസീസസ്. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ഫ്ലൂ, ട്യൂബർകുലോസിസ് ആൻഡ് മലേറിയ. ഏതൊക്കെയാണ് ഇൻഫെക്ഷ്യസ് ഡിസീസുകള്? ഫ്ലൂ, ട്യൂബർകുലോസിസ്, TB കേട്ടിട്ടുണ്ടാവും അല്ലെ, ക്ഷയം എന്നൊക്കെ പറഞ്ഞു, മലേറിയ, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ദേ ക്യാൻ സ്പ്രെഡ് ത്രൂ എയർ, വാട്ടർ, ഫുഡ് ഓർ കോണ്ടാക്ട് അല്ലെ. ഏതൊക്കെ രീതിയിലാണ് അത് പകരുന്നത്? വായുവിലൂടെ പകരുന്ന രോഗങ്ങളുണ്ട്, വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളുണ്ട്, ഭക്ഷണങ്ങളിലൂടെ പകരുന്ന രോഗങ്ങളുണ്ട്, അതുപോലെ തന്നെ കോണ്ടാക്ട് അല്ലെ, തൊടുന്നതിലൂടെയൊക്കെ പകരുന്ന രോഗങ്ങൾ ഒരുപാട് ഉണ്ട്. വാക്സിൻസ് ഹെൽപ്പ് പ്രിവെന്റ് മെനി കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അല്ലെ. ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഇപ്പൊ TB ഒക്കെ തടയാനായിട്ട് കുറെ വാക്സിൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ BCG വാക്സിൻ ഒക്കെ TB തടയാനൊക്കെ ഉള്ള. അപ്പം ഇങ്ങനത്തെ വാക്സിനുകളിലൂടെയൊക്കെ നമുക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് തടയാൻ പറ്റും. ഇൻട്രൊഡക്ഷൻ, ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് ഇൻ ഹ്യൂമൻ ലൈഫ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഹ്യൂമൻ ലൈഫിൽ ഈ ഹെൽത്തിനുള്ള ഇമ്പോർട്ടൻസ്, ഇമ്പാക്ട് ഓഫ് പൊല്യൂട്ടഡ് എൻവയറൺമെന്റ്സ്. ഓക്കെ, അതുപോലെ തന്നെ ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഒക്കെ പകരാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിസര മലിനീകരണമാണ്, ചുറ്റുപാടുമുള്ള മലിനീകരണങ്ങളാണ്. അപ്പോ അതിന്റെ ഒരു ഇമ്പാക്ട് എന്തൊക്കെയാണ്? അപ്പൊ നമ്മൾ ഇപ്പൊ ഇനി മഴക്കാലമൊക്കെ തുടങ്ങുന്നതിന്റെ മുൻപ് മഴക്കാല പൂർവ്വ ശുചീകരണം എന്നുള്ള രീതിയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴിവാക്കാറുണ്ട്. അപ്പൊ അതെന്തിനു വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാല് കൊതുകുകളൊക്കെ നിർമ്മാർജ്ജനം ചെയ്യാം, അല്ലെങ്കിൽ കൊതുകുകൾ പെരുകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ കൊതുകുകൾ വഴി പെരുകുന്ന ഒരുപാട് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഉണ്ട് നമുക്ക്. അപ്പോൾ പൊല്യൂട്ടഡ് എൻവയറൺമെന്റ് ഒരു ഫാക്ടറാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് പരത്തുന്നതിൽ. ഫോക്കസ് ഏരിയാസ്, കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ആൻഡ് ന്യൂട്രീഷൻ. അതിൽ നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെ പറ്റിയിട്ടും ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിനെ പറ്റിയിട്ടുമാണ്. ന്യൂട്രീഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. റോൾ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ ഹെൽത്ത് അല്ലെ. ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ സയൻസിനും ടെക്നോളജിക്കും ഒരു വലിയ പങ്കുണ്ടെന്ന്. നെസസിറ്റി ഓഫ് അവയർനെസ് ആൻഡ് എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ എഡ്യൂക്കേറ്റഡ് ആവുക, അതായത് ബോധവാന്മാരാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ രോഗങ്ങൾ പ്രിവെന്റ് ചെയ്യാനും അതിനനുസരിച്ചിട്ട് ഉള്ള ജീവിത രീതി നയിക്കാനും ഒക്കെ വളരെയധികം ജീവിക്കുക എന്നതൊക്കെ വളരെയധികം പ്രധാനമാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ. അതിന് എഡ്യൂക്കേഷൻ വളരെ അത്യന്താപേക്ഷിതമാണ്. ഡെഫിനിഷൻ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ഓക്കെ, അപ്പൊ എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന്റെ ഡെഫിനിഷൻസ് ആണ് പറയുന്നത്. ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ഓർ അനിമൽ ടു പേഴ്സൺ അല്ലെ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്കോ അല്ലെങ്കിൽ ഒരു അനിമലിൽ നിന്ന് മനുഷ്യനിലേക്കോ ഒക്കെ പകരുന്ന തരത്തിലുള്ള രോഗങ്ങളെയാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത്. അപ്പൊ അത് മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ എങ്ങനെയായിരിക്കാം ആ ഒരു പകർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ആവുന്നത് എങ്ങനെയാണ്? ബ്ലഡിലൂടെ പകരാം,
ബോഡി ഫ്ലൂയിഡിലൂടെ. ഇപ്പൊ നമ്മൾ കൊറോണയുടെ സമയത്തൊക്കെ ഈ ബോഡി ഫ്ലൂയിഡിലൂടെയൊക്കെയാണ് COVID-19 ഒക്കെ പകരുന്നത്. എയറിലൂടെ പകരാം, ഇൻസെക്ട് ബൈറ്റ്സ് അല്ലെ, കൊതുക്, അതുപോലെയുള്ള എലി അല്ലെ, പ്ലേഗ് ഒക്കെ, എലിപ്പനിയൊക്കെ അറിയാം. അപ്പൊ അതൊക്കെ എലിയിലൂടെയാണ് പകരുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യാം, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം പടരാം. COVID-19, malaria, tuberculosis, cholera are examples for some communicable diseases. Importance of early detection and treatment. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ ചെയ്യാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ ഒരു സാഹചര്യം നമുക്ക് അവോയ്ഡ് ചെയ്യാം. അതായത് കൊതുക് കടക്കാതെയൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. ഇതുപോലത്തെ ഒരു എഫക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റും. ഇനി എങ്ങനെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, പെട്ടെന്ന് തന്നെ ഡോക്ടറെ അടുത്ത് പോയിട്ട് ട്രീറ്റ്മെന്റ് ആരംഭിക്കുക. പ്രിവെന്റീവ് മെഷേഴ്സ് ആർ ഹൈജീൻ പ്രാക്ടീസസ്. നമ്മൾ പറഞ്ഞു മിക്കവാറും അസുഖങ്ങൾ ഈ പൊല്യൂട്ടഡ് എൻവയറൺമെന്റിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പരിസര ശുചിത്വം വളരെ അത്യന്താപേക്ഷിതമാണ്. ഹൈജീൻ ഓൾസോ. ഇപ്പൊ COVID-19 സമയത്തൊക്കെ നമ്മൾ ഹൈജീൻ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു അല്ലെ. നമ്മൾ എന്താ പറയാ, മറ്റേ ലിക്വിഡ് ഉണ്ടല്ലോ, എന്താ പറയാ, സാനിറ്റൈസർ ഒക്കെ എപ്പോഴും യൂസ് ചെയ്തിരുന്നു. അതായത് എന്താ പറയാ, ഡിസ്ഇൻഫെക്ട് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരഭാഗങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ പോലെയൊക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും. Meaning of communicable diseases caused by specific infectious agents or their toxins. Toxins പറഞ്ഞു വെച്ചാൽ അതിന്റെ ഒരു എന്താ പറയാ, അവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരു പ്രത്യേക എന്താ പറയാ ഏജൻസ്. ഓക്കെ. അപ്പൊ ആ ജീവിക്ക് ഒരു പക്ഷെ ആ സുഖം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അത് പരത്തുന്ന ഒരു പ്രത്യേക തരം എന്താ പറയാ ടോക്സിനുകളാണ് ഇത് പരത്തുന്നത്. ഓക്കെ. ആ ജീവിയിൽ ഉണ്ടാവും, പക്ഷെ ആ ജീവി ചിലപ്പോൾ അഫക്റ്റഡ് ആയിക്കൊള്ളണമെന്നില്ല. Then difference between infection and infectious diseases. Infection എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊരു മുറിവോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ട് അവിടെ ബാക്ടീരിയ വന്നിട്ട് അത് പിന്നെ കൂടുതൽ എന്താ പറയാ ബുദ്ധിമുട്ടുള്ളതാക്കുന്നതാണ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷ്യസ് ഡിസീസസ് പറഞ്ഞു വെച്ചാൽ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഇതുപോലെ ഒരു എക്സ്റ്റേണൽ ഏജന്റ് വഴി പകരുന്ന ഡിസീസിനെയാണ് ഇൻഫെക്ഷ്യസ് ഡിസീസസ് എന്ന് പറയുന്നത്. എങ്ങനെയൊക്കെയാണ് അത് സ്പ്രെഡ് ചെയ്യുന്നത്? എയർ, വാട്ടർ, വെക്ടേഴ്സ് അല്ല, വെക്ടേഴ്സ് പറഞ്ഞു വെച്ചാൽ ഈ ജീവികൾ, എലി പോലെയുള്ള ജീവികൾ ഫിസിക്കൽ കോണ്ടാക്റ്റിലൂടെയൊക്കെ. എക്സാമ്പിൾസ് കോമൺ എമംഗ് സ്കൂൾ ചിൽഡ്രൻ അല്ലെ. സ്കൂൾ കുട്ടികളിൽ ഒരാൾക്ക് പനി വന്നു കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് പകരും. കാരണം എന്താ പറയാ, അതിന്റെ ഒരു ഏജന്റ് അല്ലെങ്കിൽ ആ ഒരു പനി പകർത്തുന്ന എന്താ പറയാ, ചിലപ്പോൾ ബാക്ടീരിയൽ പ്രോബ്ലം ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ സാധാരണ ജലദോഷമാണെങ്കിൽ വൈറസ് ആയിരിക്കാം. അപ്പൊ അത് മറ്റുള്ളവരിലേക്ക് പകരുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്, എസ്പെഷ്യലി ഇൻ ചിൽഡ്രൻ. കണ്ടേജിയസ് ഡിസീസസ് ആൻഡ് ദെയർ ട്രാൻസ്മിഷൻ അല്ലെ. അപ്പോ കണ്ടേജിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസിനെയാണ് പകരുന്നത് അല്ലെ. പകരുന്ന കുറെ രോഗങ്ങളുണ്ട്, അതിന്റെ ട്രാൻസ്മിഷനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ കമ്മിങ് സ്ലൈഡ്സിൽ പറയുന്നത്. കോമൺ ഡിസീസസ് ക്യാരിഡ് ബൈ ഇൻസെക്ട്സ്. ഇനി ഷഡ്പദങ്ങൾ പരത്തുന്ന കുറച്ച് രോഗങ്ങളാണ് മലേറിയ, അതായത് കൊതുക് പോലെയുള്ള ജീവികൾ, ഫിലേറിയ, യെല്ലോ ഫീവർ, ഡെങ്കി, ഐസ്ഫാലിറ്റിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രോഗങ്ങൾ നമ്മുടെ ഇൻസെക്റ്റുകൾ പരത്തുന്നതാണ്. പ്ലേഗ്, അതുപോലെ തന്നെ ഷിഗറോസിസ്, എപ്പിഡെമിക് ടൈഫസ് ഫീവർ, റിലാപ്സിംഗ് ഫീവർ, ട്രെഞ്ച് ഫീവർ, ടൈഫോയിഡ് ഫീവർ, കോളറ, ഡിസെൻട്രി എന്ന് പറഞ്ഞിട്ടുള്ള അസുഖങ്ങളൊക്കെ ആര് പരത്തുന്നതാണ്? ഇൻസെക്ട്സ് പരത്തുന്നതാണ്. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. എയർബോൺ ഡിസീസസ് അല്ലെ, എയർ കാരണം അല്ലെങ്കിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ട്യൂബർകുലോസിസ്, മീസിൽസ്, സ്മോൾ പോക്സ്, അതായത് അറിയില്ലേ ഈ മണൽ എന്നൊക്കെ പറയുന്നില്ലേ, അതന്നെ, ചൊള്ള, സ്മോൾ പോക്സ്. പിന്നെ അതുപോലെ തന്നെ സ്മോൾ പോക്സ് എന്ന് പറഞ്ഞാൽ വസൂരിയാണ്. ചിക്കൻ പോക്സ് പറഞ്ഞു വെച്ചാൽ നമ്മൾ പറയുന്ന ചിക്കൻ പോക്സ് ഉണ്ട്, സ്മോൾ പോക്സ്, വസൂരിയാണ് സ്മോൾ പോക്സ് പറഞ്ഞു. ദെൻ ഫുഡ് ആൻഡ് വാട്ടർബോൺ ഡിസീസസ്. ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും പകരുന്ന രോഗങ്ങളാണ് ടൈഫോയിഡ്, കോളറ, ഡിസെൻട്രി അല്ലെ.
ടൈഫോയിഡ് ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. കോളറ, ഡിസെൻട്രി, വയറിളക്കൊക്കെ വെള്ളത്തിലൂടെയാണ് പകരുന്നത്, അതായത് കണ്ടാമിനേറ്റഡ് വാട്ടറിലൂടെ. ഫിസിക്കൽ കോണ്ടാക്ട് ഡിസീസസ് അല്ലെ, തൊട്ട് കഴിഞ്ഞാൽ പകരുന്ന രോഗങ്ങളാണ് സ്കേബീസ്, HIV, ഗനോറിയ. തൊട്ട് കഴിയുക എന്ന് പറഞ്ഞു വെച്ചാൽ ജസ്റ്റ് കൈകൊണ്ട് തൊടുക എന്നുള്ളതല്ല. അപ്പോൾ ആ ഒരു ഫ്ലൂയിഡ് കോണ്ടാക്റ്റിലൂടെയാണ് ഇതൊക്കെ പകരുന്നത്. വെക്ടർ ബോൺ ഡിസീസസ് ആണ് മലേറിയ, യെല്ലോ ഫീവർ ഒക്കെ. ഇമ്പോർട്ടൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ട്രാൻസ്മിഷൻ മോഡ്സ്. അപ്പൊ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതെങ്ങനെയാണ് പകരുന്നത്, ആ ഒരു സാഹചര്യം ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസിൽ നിന്നും മോചനം നേടാൻ പറ്റും. COVID-19 നമുക്ക് അറിയുന്ന ഒരു ഏറ്റവും വലിയൊരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആയിരുന്നു COVID-19. അതിന്റെ കോസസ്, സിംറ്റംസ്, റിസ്ക് ഫാക്ടേഴ്സ് ആൻഡ് മാനേജ്മെന്റ് നമുക്ക് ഒരുപാട് അറിയാം അതിനെ പറ്റിയിട്ട് അല്ലെ. കാരണം നമ്മൾ ആ ഒരു യുഗത്തിലൂടെ ജീവിച്ചു പോയിരുന്ന ആളുകളാണ്. കോസ്ഡ് ബൈ കൊറോണ വൈറസ് അല്ലെ. കൊറോണ വൈറസ് ആണ് COVID-19 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എന്താ പറയുക കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഉണ്ടാക്കുന്ന ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറസ് ആണ് വരുത്തുന്നത്. ദെൻ സ്പ്രെഡ്സ് ത്രൂ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ്. നമ്മുടെ ശരീരത്തിലെ ഫ്ലൂയിഡ്, അതായത് റെസ്പിറേറ്ററി പറഞ്ഞിട്ട് ശ്വസനാവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫ്ലൂയിഡ്, അതായത് മൂക്കിലെയും വായിലെയും അല്ലെങ്കിൽ ശ്വാസകോശത്തിലെയും ഒക്കെ ഫ്ലൂയിഡ്സ് ആണ് ഇത് പരത്തുന്നത്. സിംറ്റംസ് എന്തൊക്കെയാണ്? ഫീവർ, കോഫ്, ഫാറ്റിഗ്, തളർച്ച, ഫാറ്റിഗ് പറഞ്ഞ ലോസ് ഓഫ് ടേസ്റ്റ് ഓർ സ്മെൽ, ഇതൊക്കെയാണ് COVID-19 ലക്ഷണങ്ങൾ. റിസ്ക് ഫാക്ടേഴ്സ് പറഞ്ഞു വെച്ചാൽ അത് എത്രത്തോളം എന്താണ് ഡേഞ്ചറസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡർ അഡൾട്ട്സ് അല്ലെ, അതായത് വയസ്സായ ആളുകളിൽ അതൊരു വലിയൊരു മഹാമാരി തന്നെയാണ്. അണ്ടർലൈങ് ഹെൽത്ത് കണ്ടീഷൻസ്, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു രോഗാവസ്ഥയിലുള്ള ആളുകൾക്കും ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ ഹാർട്ട് ഡിസീസ് ഉള്ള ആളുകൾക്കൊക്കെ ഇത് COVID-19 വന്നു കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്, സിറ്റുവേഷൻ ആണ് ഉണ്ടാവുക. ദെൻ അതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം? ത്രൂ വാക്സിനേഷൻ അല്ലെ. COVID-19-നെതിരെയുള്ള വാക്സിനേഷനൊക്കെ നമ്മൾ മിക്കവാറും ആളുകൾ എടുത്തതായിരിക്കും. 2 ഡോസും പിന്നെ ഒരു ബൂസ്റ്റർ ഡോസും. ദെൻ മാസ്ക് വെയറിങ്, ഹാൻഡ് ഹൈജീൻ, അതാണ് നമ്മൾ സാനിറ്റൈസർ ഒക്കെ യൂസ് ചെയ്തിരുന്നത്. വളരെ എളുപ്പമാണ്, നമ്മൾ 2-3 കൊല്ലം മുമ്പ് ചെയ്ത കാര്യങ്ങളാണ്. ഇമ്പോർട്ടൻസ് ഓഫ് ഐസൊലേഷൻ ആൻഡ് മെഡിക്കൽ കൺസൾട്ടേഷൻ. ഈ COVID-19 കൊണ്ട് നമ്മൾ കുറച്ച് ഇംഗ്ലീഷ് വേർഡൊക്കെ പഠിച്ചു അല്ലെ. ഐസൊലേഷൻ, അതുപോലെ ക്വാറന്റൈൻ അല്ലെ, അതുപോലെ തന്നെ മെഡിക്കൽ കൺസൾട്ടേഷൻ, പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. മലേറിയ, കോസസ്, സിംറ്റംസ്. മലേറിയ ഓക്കെ, എന്താണ് മലേറിയ പറഞ്ഞ? കോസ്ഡ് ബൈ പ്ലാസ്മോഡിയം പാരസൈറ്റ്സ്. അതാണ് പ്ലാസ്മോഡിയം പാരസൈറ്റ്സ് ആണ് അത് പരത്തുന്നത്. ട്രാൻസ്മിറ്റഡ് ബൈ അനോഫിലിസ് മൊസ്കിറ്റോ അല്ലെ, അനോഫിലിസ് വർഗത്തിൽപ്പെട്ട മൊസ്കിറ്റോ, കൊതുകുകൾ. ഓക്കെ, അതാണ് ക്യാരി ചെയ്യുന്നത് എന്ത്? പ്ലാസ്മോഡിയം പാരസൈറ്റ്സിനെ. അപ്പൊ സിംറ്റംസ് എന്തൊക്കെയാണ്? ചിൽസ്, ഹൈ ഫീവർ, മസിൽ പെയിൻ, ഹെഡേക്ക് അല്ലെ. അപ്പോ ഭയങ്കര പനി, മസിൽ പെയിൻ, ഹെഡേക്ക് ഒക്കെയാണ് അതിന്റെ ലക്ഷണങ്ങൾ. റിസ്ക് പറഞ്ഞു വെച്ചാൽ സ്നെഗ്നന്റ് വാട്ടർ, ടോപ്പിക്കൽ ക്ലൈമറ്റ്സ്, കോംപ്രമൈസ്ഡ് ഇമ്മ്യൂണിറ്റി. നമുക്ക് ഇമ്മ്യൂണിറ്റി ഇല്ല എന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ വെള്ളം ശുചിത്വമല്ല എന്നുണ്ടെങ്കിലും, ഇതുപോലെ തന്നെ ചൂടുള്ള കാലാവസ്ഥയിലൊക്കെ മലേറിയ പടർന്നു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കറിയാം ആഫ്രിക്കയിലൊക്കെയാണ്, ഇന്ത്യയിലും ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് മലേറിയയൊക്കെ കുറച്ച് പിടിച്ചു നിർത്താൻ പറ്റിയിട്ടുണ്ട് ത്രൂ വാക്സിനേഷൻ. അപ്പോൾ എന്താണ് ആഫ്രിക്കയിലൊക്കെ ഇപ്പോഴും എന്താണ് ദേ ആർ സഫറിങ് ഫ്രം മലേറിയ. അതിന് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു വെച്ചാൽ ക്വിനൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇഞ്ചക്ഷൻ ആണ്. അപ്പൊ ഇഞ്ചക്ഷന്റെ മരുന്നിന്റെ പേരാണ് ക്വിനൈൻ ഇഞ്ചക്ഷൻ ഓർ ടാബ്ലറ്റ്. പ്രിവെന്റീവ് മെഷേഴ്സ്, മോസ്കിറ്റോ നെറ്റ്സ് യൂസ് ചെയ്യുക. എലിമിനേറ്റിംഗ് ബ്രീഡിംഗ് ഗ്രൗണ്ട്സ് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കെട്ടിക്കിടക്കാത്ത സാഹചര്യം വീട്ടിലുണ്ടാക്കുക. ഇനി ടൈഫോയിഡ് അല്ലെ. ടൈഫോയിഡ് ഒക്കെ ഒരു കോമൺ ഡിസീസ് ആണ്. കോസസ് ആൻഡ് സിംറ്റംസ്. കോസ്ഡ് ബൈ സാൽമോനെല്ല ടൈഫി ഓക്കെ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ് ഉണ്ടാക്കുന്നത്. സ്പ്രെഡ് ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ഓർ വാട്ടർ. അപ്പോൾ വെള്ളത്തിലൂടെ പകരുന്നത് അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ പകരുന്നത്. കണ്ടാമിനേറ്റഡ് അല്ലെ, ചീത്ത ഫുഡിലൂടെയൊക്കെയാണ് ഇത് പകരുന്നത്. അതിനുള്ള സിംറ്റംസ് എന്താണ്? ഹൈ ഫീവർ, റാഷ്, മേലൊക്കെ റാഷസ് ഉണ്ടായിരിക്കും. വീക്ക്നെസ്, അബ്ഡോമിനൽ പെയിൻ അല്ലെ, വയറുവേദനയൊക്കെ അതിന്റെ ഒരു ലക്ഷണമാണ്. അത് എത്രത്തോളം എന്താ പറയുക റിസ്ക് ഫാക്ടേഴ്സ്, അതായത് ഈ ഒരു ടൈഫോയിഡിനുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പുവർ സാനിറ്റേഷൻ, സിംപ്റ്റമാറ്റിക് കാരിയേഴ്സ്, അതായത് നമുക്ക്
സാനിറ്റേഷൻ, അതായത് നമ്മളെ ടോയ്ലറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കറിയാം. അപ്പൊ ടോയ്ലറ്റ് ഇല്ലാത്ത ഒരു അവസ്ഥയിൽ ഇതുപോലെ തന്നെ ഓപ്പൺ ഡിഫിക്കേഷൻ സംഭവിക്കുന്നു. അപ്പൊ അതിലൂടെയൊക്കെ പകരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. മാത്രവുമല്ല ചില ആളുകൾക്ക് ഇതിന്റെ സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് അറിയുണ്ടാവില്ല അവർക്ക് ഈ രോഗമുണ്ടെന്ന്, പക്ഷെ അവർ കാരിയേഴ്സ് ആണ്. അപ്പൊ അവരോടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഈ രോഗം മറ്റുള്ള വ്യക്തികളിലേക്ക് പകരുന്നു. ഈ കോവിഡ് ഒക്കെ അങ്ങനത്തെ ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ചില ആളുകൾക്ക് അറിയില്ല, അതിന്റെ സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. ദെൻ ട്രീറ്റ്മെന്റ് എന്താണ്? ആന്റിബയോട്ടിക് ലൈക്ക് സിപ്രോഫ്ലാക്സിൻ ആൻഡ് റീഹൈഡ്രേഷൻ, അല്ലെ? അപ്പൊ ഡീഹൈഡ്രേഷൻ ഉണ്ടാവും, അപ്പൊ റീഹൈഡ്രേഷൻ വേണം, എന്ന് വെച്ചാൽ വെള്ളം കുടിക്കണം ധാരാളമായിട്ട്. പ്രിവെന്റീവ് മെഷേഴ്സ്, സേഫ് ഡിസ്പോസൽ ഓഫ് എക്സ്ക്രീഷൻസ്, വാക്സിനേഷൻസ്, നല്ല രീതിയിൽ എന്താ പറയാ എക്സ്ക്രീഷൻസ് ഡിസ്പോസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മലമൂത്ര വിസർജനം ടോയ്ലറ്റിൽ മാത്രം നടത്തുക. വാക്സിനേഷനിൽ, പ്രോപ്പർ വാക്സിനേഷനിലൂടെ നമുക്ക് ടൈഫോയിഡ് ഒരു പരിധി വരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാവുന്നതാണ്. ദെൻ ട്യൂബർകുലോസിസ്, TB, ക്ഷയം എന്ന് നമ്മൾ പറയും. Tuberculosis is an airborne infectious disease primarily affecting the lungs but may also affect other parts of the body. ഇപ്പൊ ലങ്സിനെ ബാധിക്കുന്നതാണ് ഈ ട്യൂബർകുലോസിസ്. ലങ്സിനെ ആണെങ്കിലും പതുക്കെ അത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളെയും ഇൻഫെക്റ്റഡ് ആക്കാറുണ്ട്, ബാധിക്കാറുണ്ട്. ഇറ്റ് ഈസ് ദ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് കില്ലർ എമംഗ് ഡിസീസസ് കോസ്ഡ് ബൈ എ സിംഗിൾ ഇൻഫെക്ഷ്യസ് ഏജന്റ്. ഒരു ഇൻഫെക്ഷ്യസ് ഏജന്റ് പരത്തുന്ന, അല്ലെങ്കിൽ ഒരു എന്താ പറയാ രോഗാണു പരത്തുന്ന രണ്ടാമത്തെ ബിഗ്ഗസ്റ്റ് കില്ലർ ആണ് ട്യൂബർകുലോസിസ്. അത് കണ്ടെത്തിയ ആള് റോബർട്ട് കോച്ച് എന്ന് പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റ് ആണ് ഇൻ 1882. അതിന്റെ കോസസ് ആണ് കോസ്ഡ് ബൈ മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ്. അപ്പോൾ ഈ TB ഉണ്ടാക്കുന്ന ബാക്ടീരിയയുടെ പേരാണ് മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ്. സ്പ്രെഡ് ത്രൂ എയർ വയ കോഫിംഗ്, സ്നീസിങ്, ലോഫിംഗ്, ടോക്കിംഗ് ഓർ സ്പിറ്റിംഗ്. ഇപ്പൊ നമ്മൾ COVID-19 കാര്യം പറഞ്ഞതുപോലെ തന്നെ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സിലൂടെയാണ് ഇത് പകരുന്നത്. അപ്പൊ ചുമയ്ക്കുമ്പോൾ, തുമ്മുമ്പോൾ, ചിരിക്കുമ്പോ, വർത്തമാനം പറയുമ്പോഴൊക്കെ ഈ ഡ്രോപ്ലെറ്റ്സ് പകരാൻ ചാൻസ് ഉണ്ട്, മീൻസ് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതിലൂടെയൊക്കെ എന്താവും, ട്യൂബർകുലോസിസ് പടരാവുന്നതാണ്. ദെൻ 2 ടൈപ്സ് ഉണ്ട് TB. ഏതൊക്കെയാണ്? ലേറ്റന്റ് TB, അതായത് ഇനാക്റ്റീവ് ആണ്, ആൻഡ് ആക്റ്റീവ് TB, സിംപ്റ്റോമാറ്റിക് ആൻഡ് കണ്ടേജിയസ്. അപ്പൊ ഈ ലേറ്റന്റ് TB പറഞ്ഞു വെച്ചാൽ അതിൽ കുറച്ച് സിംറ്റംസ് ഒക്കെ കുറവായിരിക്കും, റിസ്ക് ഫാക്ടേഴ്സ് കുറവാണ്. പക്ഷെ ആക്റ്റീവ് TB അതുപോലെയല്ല, എല്ലാ സിംറ്റംസും ഇതുപോലെ ഭയങ്കര ചുമ ഒക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ് അല്ലെ. TB ഉള്ള ആളുകൾക്ക് ഭയങ്കര ചുമ, അതുപോലെ തന്നെ ശരീരം വളരെയധികം ശോഷിക്കും. പിന്നെ അതുപോലെ തന്നെ അവർ കണ്ടേജിയസ് ആയിരിക്കും. കണ്ടേജിയസ് പറഞ്ഞാൽ രോഗങ്ങൾ പരത്താനുള്ള ഏജൻസും ആണ്, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരും. റിസ്ക് ഇൻക്രീസസ് വിത്ത് കോംപ്രമൈസ്ഡ് ഇമ്മ്യൂണിറ്റി. പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യമില്ലാത്തവർക്ക് ഇത് വളരെയധികം ബാധിക്കും. ഇമ്മ്യൂണിറ്റി പവർ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ TB മരണത്തിന് വരെ കാരണമായേക്കാം. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ആളുകൾ TB വന്നിട്ടൊക്കെ മരിച്ചിട്ടുണ്ട്. നമ്മുടെ ഇംഗ്ലീഷ് പോയറ്റ്സ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കീറ്റ്സിന്റെ ഒക്കെ ലൈഫിലൊരു ട്രാജഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വില്ലൻ എന്ന് പറഞ്ഞാൽ തന്നെ TB ആയിരുന്നു. എന്റെ വീട്ടിലുള്ള ആളുകൾ മുഴുവൻ മരിച്ചത് TB കൊണ്ടാണ്. ആൻഡ് ദ പോയറ്റ് ഹിംസെൽഫ് ഡൈഡ് അറ്റ് ദി ഏജ് ഓഫ് 25 ബൈ ദിസ് ട്യൂബർകുലോസിസ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, എത്ര 25 വയസ്സാകുമ്പോഴേക്കും അയാൾ മരിച്ചു. ഓക്കെ, അപ്പോ TB അത്രയും വലിയൊരു സൂക്കടായിരുന്നു. ഇന്ന് നമ്മൾ വാക്സിനേഷനോടൊക്കെയാണ് അത് തടഞ്ഞു നിർത്തുന്നത്. അതിനുള്ള സിംറ്റംസ്, നിങ്ങൾ കുറച്ച് പഴയ നോവൽസ് ഒക്കെ വായിക്കുകയാണെങ്കിൽ അതിൽ പ്രത്യേകിച്ച് പൈസ ഇല്ലാത്ത ആളുകൾക്ക് വരുന്ന ഒരു സൂക്കടായിരുന്നു TB. അതുകൊണ്ട് അവര് വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു. അവരെപ്പോഴും ഇങ്ങനെ ബാക്കിലേക്ക് പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമായിരുന്നു TB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന്റെ സിംറ്റം എന്ന് പറഞ്ഞാൽ പെർസിസ്റ്റന്റ് കോഫ് ഫോർ മോർ ദാൻ 3 weeks. നമ്മളോട് പറയാറില്ലേ, 3 ആഴ്ചയിൽ കൂടുതൽ ചുമയുണ്ടെങ്കിൽ ഡോക്ടറെ കാണണം, പരിശോധിക്കണം. അത് തന്നെയാണ് അതിന്റെ ഒരു പ്രധാന ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ കോഫിംഗ്, ബ്ലഡ് ഓർ മ്യൂക്കസ്, അല്ലെ? മ്യൂക്കസ് പറഞ്ഞ കഫവും അതുപോലെ തന്നെ ബ്ലഡും, ചുമച്ച് തുപ്പ. ചെസ്റ്റ് പെയിൻ, അല്ലെ? ഫീവർ, നൈറ്റ് സ്വെറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഞ്ചുവേദന, പനി, രാത്രി ഇങ്ങനെ കാരണമില്ലാതെ വിയർക്ക. അൺഇൻറ്റൻഷണൽ വെയിറ്റ് ലോസ്, അല്ലെ? എന്താ പറയാ, വേറെ കാരണങ്ങളൊന്നുമില്ലാതെ
മെലിയ, തളർച്ച, ഫാറ്റിക്, ലോസ് ഓഫ് അപ്പിറ്റൈറ്റ്, രുചി നഷ്ടപ്പെടുക, ഇതൊക്കെയാണ് അതിന്റെ പ്രധാന സിംറ്റംസ്. അതിന് റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു വെച്ചാൽ HIV, ഡയബറ്റീസ്, അണ്ടർ ന്യൂട്രീഷൻ. ഈ ഒരു അവസ്ഥയിൽ ഡയബറ്റീസ് ഉള്ള ആളുകൾക്കും HIV ഉള്ള ആളുകൾക്കും പിന്നെ വേണ്ടത്ര ന്യൂട്രീഷൻ ഇല്ലാത്ത ആളുകൾക്കൊക്കെ ഈ TB എന്ന് പറഞ്ഞൊരു വില്ലൻ തന്നെയാണ്, അവരുടെ മരണം വരെ സംഭവിക്കാം. ഈ TB ഉള്ള ആളുകൾക്ക് കൊടുക്കുന്ന ഡോക്ടേഴ്സ് പറയുന്ന പ്രധാന ഒരു റെമഡി എന്ന് പറഞ്ഞു വെച്ചാൽ ന്യൂട്രീഷ്യസ് ഫുഡാണ്. എഗ്, അതുപോലെ തന്നെ മിൽക്കൊക്കെ ധാരാളം കഴിക്കാനൊക്കെയാണ് പറയുന്നത്. ടുബാക്കോ ആൻഡ് ആൽക്കഹോൾ യൂസ്, അതുപോലെ തന്നെ ടുബാക്കോ, ആൽക്കഹോൾ യൂസ് ഒക്കെ ഇതിന് നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും. സെർട്ടൻ ക്യാൻസർ ഉള്ള ആളുകൾക്കൊക്കെ, ലങ്സ് ഒക്കെ എസ്പെഷ്യലി ഉള്ള ആളുകൾക്ക് TBയും കൂടെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ മാർക്ക് ദി എൻഡ് ഓഫ് ദാറ്റ് പേഴ്സൺ. അതിനുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BCG വാക്സിനേഷൻ, അല്ലെ, കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ജനിച്ചു കഴിഞ്ഞാൽ തന്നെ വെക്കുന്ന വാക്സിനേഷൻ ആണ് BCG. ദെൻ ലേറ്റന്റ് TB, നമ്മൾ നേരത്തെ പറഞ്ഞ ആക്റ്റീവ് TB അല്ലാതെ ലേറ്റന്റ് TB ആണെങ്കിൽ ആന്റിബയോട്ടിക് കൊണ്ട് നമുക്ക് അതിനുള്ള ഒരു പ്രതിവിധിയാണ്. ആന്റിബയോട്ടിക് കൊണ്ട് നമുക്ക് കുറച്ചൊക്കെ ആശ്വാസം ഉണ്ടാവും. ദെൻ ആക്റ്റീവ് TB ആണെന്നുണ്ടെങ്കിൽ 6 month കോഴ്സ് ഓഫ് 4 drugs, 4 ഡ്രഗുകൾ 6 മാസം വരെ കൊടുക്കുക. ഇപ്പൊ നമുക്കറിയാം ആശാ വർക്കേഴ്സ് എന്നൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പൊ അവരൊക്കെയാണ് നേരിട്ട് ഇത് വന്നിട്ട് സൂപ്പർവൈസ് ചെയ്യുന്നത്, ഇവർ കഴിക്കുന്നുണ്ടോ ഈ ഗുളികകൾ. കാരണം ചിലപ്പം വീട്ടിലുള്ള ആളുകൾ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അപ്പൊ അവരാണ് ഈ ഒരു കാര്യം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ആശാ വർക്കേഴ്സ് നേരിട്ട് തന്നെ അതൊക്കെ ചെയ്യുന്നത്. റിഫാംപിസിൻ, പൈറാസിനാമൈഡ്, സ്ട്രെപ്റ്റോമൈസിൻ, അല്ലെ. അപ്പൊ ഈ മരുന്നുകള് എന്താ പറയാ 6 മാസം കുടിക്കുക. മെഡിക്കൽ സൂപ്പർവിഷൻ ഈസ് എസെൻഷ്യൽ. ഇതിന് പുറമെ ഡോക്ടർ സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്ന് പറഞ്ഞതും. പ്രിവെന്റീവ് മെജേഴ്സ്, ഐസൊലേറ്റ് ഇൻഫെക്റ്റഡ് ഇൻഡിവിജ്വൽസ്. ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് രോഗം പടരുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. അതുകൊണ്ട് തന്നെ രോഗമുള്ള ആളുകളെ ഐസൊലേറ്റ് ചെയ്യുക. യൂസ് മാസ്ക്, എൻഷുർ റൂം വെന്റിലേഷൻ. അതുപോലെ തന്നെ മാസ്ക് ഉപയോഗിക്കുക, അതുപോലെ റൂം വെന്റിലേഷൻ, അടച്ചിട്ട മുറി അല്ലാതെ തുറന്നിട്ടുള്ള ജനലും വാതിലൊക്കെ തുറന്നിട്ട്. കാരണം ഈ ഒരു എന്താ പറയാ രോഗാണുവിന് പുറത്തു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക. മെയിൻറ്റെയിൻ ക്ലെൻലിനെസ് ആൻഡ് ഹൈജീൻ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അൺഹൈജീനിക് സിറ്റുവേഷൻസിൽ ഈ എന്താ പറയാ രോഗം പടർന്നു പിടിക്കാൻ വളരെ ഈസിയാണ്. ദെൻ കോളറ വളരെ വലിയൊരു വില്ലനാണ്. അപ്പൊ നമ്മൾ ഇന്ന് പറയുന്ന പോലെയല്ല, പണ്ടത്തെ കാലത്തൊക്കെ കോളറ കൊണ്ട് മരിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകത്തുണ്ട്. നമ്മുടെ മാർക്കിസിന്റെ ഒരു ബുക്ക് ഉണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ അറിയില്ല, ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ എന്ന് പറഞ്ഞിട്ട്. വളരെ ഫേമസ് ബുക്കാണ്. മാർക്കിസിനെ അറിയില്ല, നൊബേൽ പ്രൈസ് വിന്നറൊക്കെയാണ്. ഫിലിം ഉണ്ട് കേട്ടോ, ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ. അപ്പൊ നിങ്ങള് ഈ എന്താ പറയാ ബുക്ക് വായിക്കുന്നേക്കാൾ നല്ല സിനിമ ഉണ്ടായിരുന്നാലും നല്ല മൂവിയാണ്. അപ്പോ കോളറ ഈസ് എ വാട്ടർ ആൻഡ് ഫുഡ് ബോൺ ഡിസീസ് ദാറ്റ് ക്യാൻ ബി എപ്പിഡമിക് ഓർ എൻഡമിക്, അല്ലെ. അത് പകരുകയും ചെയ്യാം. എപ്പിഡമിക് എന്ന് പറഞ്ഞു വെച്ചാൽ പകർച്ചവ്യാധിയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ പകരാതിരിക്കാനും സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ ഒരുപാട് ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ട ഒരു എന്താ പറയാ വാട്ടർ ആൻഡ് ഫുഡ് ബോൺ ഡിസീസ് ആണ് കോളറ. ഇറ്റ് കോസസ് സിവിയർ വാട്ടറി ഡയേറിയ, ഡൈഹൈഡ്രേഷൻ ആൻഡ് ക്യാൻ ബി ഫേറ്റൽ, അല്ലെ. അതുപോലെ തന്നെ ഡയേറിയ, വയറിളക്കത്തിലൂടെ ഡീഹൈഡ്രേഷൻ, നിർജ്ജലീകരണം, അങ്ങനെ മരണം വരെ സംഭവിക്കാം. അതിനുള്ള കോസസ് ആണ് കോസ്ഡ് ബൈ വിബ്രിയോ കോളറ. പേര് എളുപ്പമാണ്, വിബ്രിയോ കോളറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രോഗാണുവാണ് പരത്തുന്നത്. സ്പ്രെഡ് ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ഓർ വാട്ടർ, ദെൻ ഫ്ലൈസ്, പുവർ സാനിറ്റേഷൻ. അപ്പൊ ഇതിലൂടെയൊക്കെയാണ് ഇത് പകരുന്നത്. പിന്നെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a few hours to 5 days. ഒരു ആളില് എന്താണ് ഈ ഒരു കുറച്ച് മണിക്കൂർ മുതൽ 5 ദിവസം വരെ ഈ ഒരു എന്താ പറയാ വിബ്രിയോ കോളറ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ അറിഞ്ഞിരിക്കില്ല. അങ്ങനെ അതിനുശേഷമായിരിക്കാം എന്താ പറയാ രോഗാണു ആക്റ്റീവ് ആവുന്നത്. കോമൺ സോഴ്സസ് മുനിസിപ്പൽ വാട്ടർ, സ്ട്രീറ്റ് ഫുഡ്, അണ്ടർ കുക്ക്ഡ് സീ ഫുഡ്, അല്ലെ. നന്നായി വേവിക്കാത്ത ഭക്ഷണം കോളറയ്ക്ക് ഒരു കാരണമാണ്. സ്ട്രീറ്റ് ഫുഡ്, അപ്പൊ അതാണ് സ്ട്രീറ്റ് ഫുഡ് ഒന്നും ചിലപ്പോൾ നന്നായി വേവിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, കണ്ടാമിനേറ്റഡ് വാട്ടർ ഒക്കെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതൊക്കെ ഇതിനുള്ള കാരണങ്ങളാണ്.
സിംറ്റംസ് എന്തൊക്കെയാണ്? സഡൻ വാട്ടറി ഡയേറിയ ആൻഡ് വോമിറ്റിംഗ് അല്ലെ, അതായത് വെള്ളം പോലെ ഉള്ള ഡയേറിയ, അതുപോലെ വോമിറ്റിംഗ്, റാപ്പിഡ് ഹാർട്ട് ബീറ്റ്, ലൂസ് ഓഫ് സ്കിൻ ഇലാസ്റ്റിസിറ്റി. അപ്പോൾ ദേഹമൊക്കെ ഇങ്ങനെ വലിഞ്ഞു മുറുകുന്ന പോലെയൊക്കെ തോന്നും, അതുപോലെ ഹാർട്ട് ബീറ്റ് കൂടും, ഡ്രൈ മൗത്ത്, പറഞ്ഞ ഡീഹൈഡ്രേഷൻ കൊണ്ടാണ് ഡ്രൈ മൗത്ത് അല്ലെ, തൊണ്ടയൊക്കെ വരള, ലോസ്, പിന്നെ അതുപോലെ മസിൽ ക്രാമ്പ്, പറഞ്ഞാല് പേശി വേദനകള്, എക്സസീവ് തേഴ്സ്റ്റ് ഡീഹൈഡ്രേഷൻ കൊണ്ടാണ്, ലോ ബ്ലഡ് പ്രഷർ, ഡീഹൈഡ്രേഷൻ കൊണ്ട് തന്നെ എന്താ പറയാ ബ്ലഡ് പ്രഷറും ബി പി ഒക്കെ വളരെ ലോ ആവും, ഹാർട്ട് ബീറ്റ് കൂടും, അങ്ങനെ മരണം വരെ സംഭവിക്കാം. അതിൽ റിസ്ക് ഫാക്ടർ എന്താന്ന് വെച്ചാൽ സിവിയർ ഡീഹൈഡ്രേഷൻ മേ ലീഡ് ടു ഷോക്ക് ആൻഡ് ഡെത്ത് വിത്തിൻ അവേഴ്സ് അല്ലെ, മണിക്കൂറുകൾക്കകം തന്നെ മരണം സംഭവിക്കാം. മാനേജ്മെന്റ് എന്തൊക്കെയാണ് അതിനുള്ള പ്രതിവിധികൾ? വാക്സിനേഷൻ ആസ് പെർ CDC ഓർ WHO, ബോയിൽ ഡിസ്ഇൻഫെക്ട് ഡ്രിങ്കിങ് വാട്ടർ, വെള്ളം തിളപ്പിച്ച് ആറിയ വെള്ളം മാത്രം കുടിക്കുക, പ്രോപ്പർ ഹൈജീൻ ആൻഡ് ഡിസ്ഇൻഫെക്ഷൻ. ഓക്കെ, ഇനി ആർക്കെങ്കിലും അത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, കോളറ ഉണ്ടെന്നുണ്ടെങ്കിൽ പകരാതിരിക്കാനായിട്ടുള്ള മാർഗങ്ങൾ ഹൈജീനിലൂടെ അല്ലെ, അതുപോലെ തന്നെ എന്താണ് പരിസരം ഡിസ്ഇൻഫെക്റ്റഡ് ആക്കുക, വെള്ളം ഡിസ്ഇൻഫെക്റ്റഡ് ആക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ IV ഫ്ലൂയിഡ്സ്, ആന്റിബയോട്ടിക്സ് ഒക്കെ നിലവിലുണ്ട്. ടെറാസൈക്ലിൻ പോലുള്ള മരുന്നുകളൊക്കെ കൊണ്ട് കോളറ നമുക്ക് ഒരു പരിധി വരെ ഇല്ലാതെയാക്കാം. Then diarrhea. Diarrhea refers to frequent loose or watery bowel movements. Okay, 3 or more times a day. മൂന്നോ അതിലധികമോ പ്രാവശ്യം ഉണ്ടാവുന്ന വയറിളക്കത്തിനെയാണ് ഡയറിയ എന്ന് പറയുന്നത്. അതിനുള്ള കാരണം പലതാവാം. വൈറസസ്, ബാക്ടീരിയ, പാരസൈറ്റ്സ് അല്ലെ, ഇതുകൊണ്ടൊക്കെ. പാരസൈറ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു ജീവിയെ ആശ്രയിച്ച് ജീവിക്കുന്ന വേറൊരു ജീവി. നമ്മുടെ രോഗാണുക്കളൊക്കെ ഏകദേശം പാരസൈറ്റ്സ് തന്നെയാണ്. ദെൻ അതർ കോസസ്, മെഡിക്കേഷൻസ്, ഫുഡ് ഇൻടോളറൻസസ്, ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് അല്ലെ, അതുപോലെ എന്തെങ്കിലും ചിലപ്പോൾ നമുക്ക് വയറിന് പറ്റാത്ത മരുന്നുകൾ കൊണ്ടോ അല്ലെങ്കിൽ പറ്റാത്ത ഫുഡ് കൊണ്ടോ നമ്മുടെ ഡൈജസ്റ്റീവ് ദഹനത്തിന്റെ പ്രോബ്ലം കൊണ്ടോ ഒക്കെ നമുക്ക് ഡയറിയ ഉണ്ടാവാം. Spread through contaminated water and contaminated food, water and poor hygiene അല്ലെ. അപ്പൊ ഇതിലൂടെയൊക്കെ നമുക്ക് ഈ ഡയറിയ ഉണ്ടാവാം. ഇതിന്റെ സിംറ്റംസ് ഫ്രീക്വന്റ് വാട്ടറി സ്റ്റൂൾസ്, വയറിളക്കം തന്നെ, എക്സസീവ് തേഴ്സ്റ്റ്, ഡ്രൈ മൗത്ത്, കാരണം ഡീഹൈഡ്രേഷൻ കൊണ്ടാണ്, ഡ്രൈ മൗത്ത് ആൻഡ് സ്കിൻ, ഡിസീനസ്, ഫാറ്റിക്, ഡീഹൈഡ്രേഷൻ കൊണ്ട് ഉണ്ടാവുന്ന തലചുറ്റല്, തളർച്ച. Then risk factors, poor hygiene, unsafe water, malnutrition. അതായത് ഹൈജീൻ ഇല്ലാത്ത അവസ്ഥ, അൺഹൈജീനിക് ആയിട്ടുള്ള ഒരു ഫുഡ്, വാട്ടർ, വെള്ളം കുടിക്കുന്നത് തന്നെ. വെള്ളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക എന്നുള്ളത്. ഒരു പരിധി വരെയുള്ള അസുഖങ്ങൾ നമുക്ക് തടയാൻ പറ്റും ഈ തിളപ്പിച്ച ആറിയ വെള്ളം കുടിക്കുന്നത് കൊണ്ട്. മാൽ ന്യൂട്രീഷൻ, നമുക്ക് വേണ്ടത്ര ന്യൂട്രീഷ്യസ് അല്ല, ഹെൽത്തി അല്ല നമ്മുടെ ബോഡി എന്നുണ്ടെങ്കിൽ റിസ്ക് ആണ്, അതുകൊണ്ട് തന്നെ മരണം വരെ സംഭവിക്കാം. ദെൻ ലോ ഇമ്മ്യൂണിറ്റി, ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത ആളുകൾക്ക് ഡയറിയ വളരെ കോമൺ ആയിട്ട് ഉണ്ടാവാം. ദെൻ അതിനുള്ള പ്രിവെൻഷൻ, ഹാൻഡ് വാഷിംഗ്, സേഫ് ഡ്രിങ്കിങ് വാട്ടർ. ഓക്കെ, കൈയൊക്കെ ഭക്ഷണത്തിന് മുൻപും പിൻപും നന്നായിട്ട് കഴുകണം. അതുപോലെ തന്നെ എന്താ പറയാ, ഡിഫിക്കേഷന് മുമ്പും പിമ്പൊക്കെ നന്നായിട്ട് സോപ്പൊക്കെ ഇട്ടിട്ട് കൈയൊക്കെ കഴുകുക, കാല് കഴുകുക, അതൊക്കെ നമ്മുടെ ഹൈജീൻ്റെ ഒരു ഭാഗമാണ്. ദെൻ പ്രോപ്പർ ഫുഡ് ഹൈജീൻ, നല്ല വൃത്തിയുള്ള ഭക്ഷണം കഴിക്കുക. പിന്നെ നമ്മൾ റീഹൈഡ്രേഷന് വേണ്ടിയിട്ട് ORS ലായനി കുടിക്കുക. Then seek medical help if needed. Then AIDS. എയ്ഡ്സിന്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്ഡ് ബൈ HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന് പറഞ്ഞ വൈറസ് കോസ് ചെയ്യുന്നതാണ് എയ്ഡ്സ്. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ് എയ്ഡ്സ് എന്നുള്ളതുകൊണ്ട് പറയുന്നത്. ഇറ്റ് ഡിസ്ട്രോയ്സ് ഹ്യൂമൻ ഇമ്മ്യൂൺ സെൽസ്. അപ്പൊ എയ്ഡ്സ് എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു ശരീരത്തിന്റെ ഒരു അവസ്ഥയാണ്. അപ്പൊ ഈ ഒരു HIV എന്ന് പറഞ്ഞ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സെൽസ്, അതായത് T4 ലിംഫോസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ രോഗപ്രതിരോധ കോശങ്ങളെ നശിപ്പിക്കുകയാണ് ഈ വൈറസ് ചെയ്യുന്നത്. ഡിസ്കവേർഡ് ബൈ ല്യൂക്ക് മൊണ്ടെയ്നർ ആൻഡ് റോബർട്ട് ഗാലോ. അപ്പൊ അവരാണ് ഈ എയ്ഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥ കണ്ടെത്തിയത്. ഡയഗ്നോസിസ് എലൈസ, എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്? ത്രൂ എലൈസ ടെസ്റ്റ് ഡിറ്റക്ട്സ് ആന്റിബോഡീസ്. എലൈസ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എയ്ഡ്സ് കണ്ടുപിടിക്കുന്നതിനുള്ള ടെസ്റ്റ് ആണ്. വെസ്റ്റേൺ ബ്ലോട്ട്
HIV പ്രസൻസ് കണ്ടെത്തുന്ന വേറൊരു ടെസ്റ്റാണ് വെസ്റ്റേൺ ബ്ലോട്ട്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ റെസിസ്റ്റിംഗ് മേ ബി നീഡഡ്. അതുപോലെ നമുക്ക് എയ്ഡ്സ് വരാത്ത സാഹചര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എങ്ങനെയാണ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? അൺപ്രൊട്ടക്റ്റഡ് സെക്സ്, നമുക്കറിയുന്ന കാര്യങ്ങളാണ്. സെക്ഷുവൽ കോണ്ടാക്റ്റിലൂടെ പകരുന്ന ഒരു രോഗമാണ് എയ്ഡ്സ്. അപ്പൊ അതിന് പ്രൊട്ടക്റ്റഡ് മാർഗങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെ തന്നെ കോൺട്രാസെപ്ഷൻ, അങ്ങനത്തെ പ്രൊട്ടക്റ്റഡ് മാർഗങ്ങളിലൂടെയൊക്കെ നമുക്ക് ഇത് പ്രതിരോധിക്കാൻ പറ്റും. മദർ ടു ചൈൽഡ് ഡ്യൂറിങ് ബർത്ത്, പ്രഗ്നൻസി, ബ്രസ്റ്റ് ഫീഡിങ്, അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക്. അപ്പോ ഇത് ചിലപ്പോൾ ജനനത്തിലാവാം, അല്ലെങ്കിൽ പ്രഗ്നൻസി പീരീഡിൽ, മീൻസ് ബ്ലഡ് കണക്ഷൻ ഉണ്ടാവുമ്പോൾ ബ്ലഡിലൂടെ പകരുന്ന അസുഖമാണ് എന്ത്, ഈ എയ്ഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ പ്രഗ്നൻസി സമയത്ത്, ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ സമയത്തൊക്കെ, ബ്രസ്റ്റ് ഫീഡിങ്ങിലൂടെയൊക്കെ ബ്രസ്റ്റ് പകരം, മുലപ്പാലിലൂടെയൊക്കെ പകരം. ദെൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ്, ഒരാൾക്ക് നമ്മൾ ബ്ലഡ് സ്വീകരിക്കുകയാണ്, അപ്പോൾ അത് നേരായ രീതിയിൽ ടെസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ അവസ്ഥയിൽ നമുക്ക് ബ്ലഡ് സ്വീകരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ, ആ ബ്ലഡ് സേഫ് അല്ല എന്നുണ്ടെങ്കിൽ, HIV ബാധിച്ച ഒരാളുടെ ബ്ലഡാണ് നമ്മൾ സ്വീകരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, നമുക്ക് എയ്ഡ്സ് പകരാവുന്നതാണ്. പിന്നെ ഷെയർഡ് നീഡിൽസ്, അല്ലെ, ഒരാള് ഇപ്പൊ അതുകൊണ്ട് നീഡിൽസ് ഒക്കെ വളരെ സൂക്ഷിച്ചാണ് ഉപയോഗിക്കുന്നത്. ഒരാൾക്ക് കുത്തിവെച്ച നീഡിൽ ഒരിക്കലും വേറൊരാൾക്ക് കുത്തിവെക്കില്ല, കാരണം അതിലൂടെ എയ്ഡ്സ് പകരാവുന്നതാണ്. നോട്ട് സ്പ്രെഡ് ബൈ കാഷ്വൽ കോണ്ടാക്ട്, ഇങ്ങനെ ജസ്റ്റ് തൊടുക പിടിക്കുകയൊക്കെ ചെയ്തതുകൊണ്ടൊന്നും എയ്ഡ്സ് പകരുന്നില്ല. അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? ഓഫൺ അസിംപ്റ്റോമാറ്റിക് ഫോർ ഇയേഴ്സ്, അല്ലെ, നമ്മുടെ HIV വൈറസ് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് ഒരുപാട് കാലം അത് അസിംപ്റ്റോമാറ്റിക് ആയിരിക്കും. പ്രത്യേകിച്ച് ഒരു സിംറ്റം ഒന്നും നമ്മുടെ ശരീരം കാണിക്കില്ല. ഏർലി ഫ്ലൂ ലൈക്ക് സിംറ്റംസ്, ഫീവർ, ഫാറ്റിക്, നൈറ്റ് സ്വെറ്റ്സ്, അതൊക്കെ അതിന്റെ കുറച്ച് ഏർലി സിംറ്റംസ് ആണ്. മൗത്ത് സോസ്, പിന്നെ വായിൽ മുറിവുണ്ടാവുക, റാഷസ്, അല്ലെ, എന്താ പറയാ, മേലൊക്കെ പാടുകളൊക്കെ ഉണ്ടാവുക. വെയിറ്റ് ലോസ്, കാരണമില്ലാതെ നമ്മുടെ തടി കുറയുക. ദെൻ പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്, നോ പെർമനന്റ് ക്യൂർ, ഒരിക്കലും അത് മാറ്റാൻ പറ്റില്ല, നമുക്കറിയുന്ന കാര്യമാണ്, ഒരു മരുന്നും അതിന് കണ്ടുപിടിച്ചിട്ടില്ല. ബട്ട് ART കൺട്രോൾസ് HIV, അല്ലെ, പക്ഷെ കുറച്ച് എന്താ പറയാ, മെഡിക്കേഷൻസിലൂടെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ സേഫ് സെക്സ്, HIV കൗൺസിലിംഗ്, സ്ക്രീൻ ബ്ലഡ്, അവോയ്ഡ് ഷെയർഡ് നീഡൽസ്, ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നതിന് പകരം മുമ്പ് എന്ത് ചെയ്യുക, അത് നന്നായിട്ട് പരിശോധിക്കുക. ഒരാൾക്ക് ഉപയോഗിച്ച നീഡിൽ വേറൊരാൾ ഉപയോഗിക്കാതിരിക്കുക. പബ്ലിക് അവയർനെസ്, ഇതിനെ പറ്റിയിട്ടുള്ള അവയർനെസ്, എന്താ പറയാ, അറിവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് സ്പ്രെഡ് ചെയ്യുക. പിന്നെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ആണ്, ഡയബറ്റിക്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് അറ്റാക്ക്, ഒബീസിറ്റി, അൾസേഴ്സ്, ഒക്കെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്. നമുക്കറിയാം ഇതൊക്കെ വളരെ കോമൺ ആണ് ഇന്നത്തെ കാലത്ത് ആളുകൾക്ക്. അപ്പം അതിന്റെ കോസസ് എന്ന് പറഞ്ഞാൽ സെഡിനറി ലൈഫ് സ്റ്റൈൽ, പുവർ ഡയറ്റ്, സ്ട്രെസ്, നമുക്ക് ഇന്ന് ഉണ്ടാവുന്ന ഒരു കുത്തഴിഞ്ഞ ഭക്ഷണ രീതി ഒരു പക്ഷെ, അല്ലെ, പിന്നെ അതുപോലെ തന്നെ സ്ട്രെസ്, പിന്നെ എക്സസൈസ് ഇല്ലാതിരിക്കാം. സിംറ്റംസ് വാരി പെർ ഡിസോർഡർ, ഓരോന്നിനും ഓരോ സിംറ്റം ആണ്. കോമൺ സൈൻസ് ഇൻക്ലൂഡ് ഫാറ്റിക്, പെയിൻ, അല്ലെ, തളർച്ച, പെയിൻ ഒക്കെ എല്ലാറ്റിനും ഉണ്ടാവുന്ന ഒരു സിംറ്റം ആണ്. അതിന് റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞു വെച്ചാൽ ഏജ് ഈസ് എ റിസ്ക് ഫാക്ടർ. ഓക്കെ, വയസ്സാവും തോറും എന്താണ് കൂടുതൽ എന്താ പറയാ, ഈ രീതിയിലുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അതുപോലെ അൺഹെൽത്തി ഹാബിറ്റ്സ്, ഒരിക്കലും ഹെൽത്തി അല്ലാത്ത ഭക്ഷണ രീതി, ജീവിത രീതി ഒക്കെ ഈ ഒരു രോഗങ്ങൾ ഉണ്ടാവാനായിട്ട് കാരണമാവുന്നു. അത് എങ്ങനെ മാനേജ് ചെയ്യാം? റെഗുലർ എക്സസൈസ്, ബാലൻസ്ഡ് ഡയറ്റ്, മെഡിക്കേഷനിലൂടെയൊക്കെ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇമ്പോർട്ടൻസ് ഓഫ് റെഗുലർ ഹെൽത്ത് ചെക്കപ്പ്, അല്ലെ, ഇപ്പൊ ഷുഗർ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാലൊക്കെ ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ BP. Then food and nutrition, balanced diet and its importance. Balanced diet includes carbohydrates, proteins, fats, vitamins and minerals, അല്ലെ, ഇതെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടായിരിക്കണം. ഇമ്പോർട്ടൻസ് ഓഫ് ഹൈഡ്രേഷൻ ആൻഡ് ഫൈബർ ഇൻടേക്ക്, അതുപോലെ തന്നെ ഹൈഡ്രേഷൻ, വെള്ളം കുടിക്കണം, ഫൈബർ അടങ്ങിയ ഭക്ഷണം കഴിക്കണം. റോൾ ഇൻ ഡിസീസ് പ്രിവെൻഷൻ ആൻഡ് ഹെൽത്ത് മെയിൻ്റെനൻസ്, നല്ല ആരോഗ്യമുള്ള ശരീരത്തിൽ പെട്ടെന്നൊന്നും രോഗങ്ങൾ വരില്ല, അതുകൊണ്ട് ഹെൽത്ത് മെയിൻറ്റെയിനിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്.
അപ്പോൾ WHO അതല്ല ആൻഡ് അതർ ഹെൽത്ത് ഓർഗനൈസേഷൻസ് കുറെ ഗൈഡ് ലൈൻസ് പറയുന്നുണ്ട് ന്യൂട്രീഷനെ ഒക്കെ പറ്റിയിട്ട്. അപ്പൊ അത് നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൾച്ചറൽ ആൻഡ് റീജിയണൽ ഡയറ്ററി കൺസിഡറേഷൻസ് അല്ലെ, ഓരോ നാട്ടിലും ഓരോ ഡയറ്റുകൾ ഉണ്ടാവും, അപ്പൊ അത് നമ്മൾ ഫോളോ ചെയ്യുക. ദെൻ ലൈഫ് സ്റ്റൈൽ ഡിസീസസിൽ നമ്മൾ ആദ്യത്തെ പൊതുവെ കോമൺ ആയി എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സൂക്കടാണ് നമ്മുടെ കേരളത്തിൽ വളരെ കോമൺ ആണ് ഡയബറ്റീസ് അല്ലെ, ഷുഗർ എന്നൊക്കെ പറയും നമ്മൾ. എ ക്രോണിക് കണ്ടീഷൻ ദാറ്റ് എഫക്ട്സ് ഹൗ ദ ബോഡി പ്രൊസീഡ്സ് ബ്ലഡ് ഷുഗർ ഓർ ഗ്ലൂക്കോസ് അല്ലെ. അപ്പൊ ഗ്ലൂക്കോസ് എന്നുള്ളത് നമ്മുടെ മാനേജ് ചെയ്യാൻ നമ്മുടെ ശരീരത്തിന് പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ് ഡയബറ്റീസ് ഉണ്ടാവുന്നത്. അപ്പൊ രണ്ട് തരത്തിലുള്ള ഡയബറ്റീസ് ഉണ്ട്, ഇൻക്ലൂഡ്സ് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2. ഓക്കെ, പിന്നെ അതുപോലെ ജസ്റ്റേഷണൽ, ഓക്കെ 3 ടൈപ്പ് ഉണ്ട്, സോറി, ടൈപ്പ് 1, ടൈപ്പ് 2 ആൻഡ് ജസ്റ്റേഷണൽ ഡയബറ്റീസ്. സിംറ്റംസ് ക്യാൻ വാരി ഫ്രം ഫ്രീക്വന്റ് യൂറിനേഷൻ ടു എക്സ്ട്രീം ഫാറ്റിക്. ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കുക അല്ലെങ്കിൽ തളർച്ച എന്നൊക്കെ ഡയബറ്റീസിന്റെ ഒരു ലക്ഷണമാണ്. കോംപ്ലിക്കേഷൻസ് ക്യാൻ ഇൻക്ലൂഡ് ഹാർട്ട് ഡിസീസ്, കിഡ്നി ഡാമേജ് ആൻഡ് നെർവ് പ്രോബ്ലംസ്. നമുക്കറിയാം ഡയബറ്റീസ് ഉണ്ടായി കഴിഞ്ഞാൽ സൈലന്റ് അറ്റാക്ക് ഒക്കെ ഉണ്ടാവും, കിഡ്നി ഡാമേജ് ഉണ്ടാവും അല്ലെ, പിന്നെ ന്യൂറോൺ ഇഷ്യൂസ് ഒക്കെ വളരെ ഒരു ഡേഞ്ചറസ് ഡിസീസ് ആണ് ഡയബറ്റീസ്. ഡയബറ്റീസ് മാനേജ്മെന്റ് ഇൻക്ലൂഡ്സ് മെഡിക്കേഷൻ, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആൻഡ് മോണിറ്ററിംഗ് ബ്ലഡ് ഷുഗർ ലെവൽസ്. അപ്പൊ അത് നിരന്തരം ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന്റെ ലൈഫ് സ്റ്റൈൽ മാറ്റുക, ഡയറ്റ് മാറ്റുക എന്നുള്ളതൊക്കെയാണ് അതിന്റെ ഒരു പ്രതിവിധി പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമ്മൾ പറഞ്ഞു 3 തരത്തിലുണ്ടെന്ന്, ടൈപ്സ് ഓഫ് ഡയബറ്റീസ് ആൻഡ് ദെയർ കോസസ്. ടൈപ്പ് 1 ഡയബറ്റീസിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്സ് ഇൻസുലിൻ പ്രൊഡ്യൂസിങ് സെൽസ് അല്ലെ. അപ്പം ഇൻസുലിൻ പ്രൊഡ്യൂസിങ് സെൽസിനെ അറ്റാക്ക് ചെയ്യുന്നതാണ് ഡയബറ്റീസ്, ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ. ടൈപ്പ് 2 ഡയബറ്റീസ് ബോഡി ബിക്കംസ് റെസിസ്റ്റന്റ് ടു ഇൻസുലിൻ. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കാൻ, എനർജി ആക്കാൻ പറ്റാത്ത അവസ്ഥ. ഓക്കെ, അപ്പം ഇൻസുലിൻ ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥ. ടൈപ്പ് 2 ഡയബറ്റീസ് ആണ് നമ്മൾ സാധാരണ ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരുന്ന ഡയബറ്റീസ്. ടൈപ്പ് 1 എന്ന് പറയുമ്പോൾ അത് ബൈ ബർത്തിൽ തന്നെ ഉണ്ടാവുന്നതാണ്. ജസ്റ്റേഷണൽ ഡയബറ്റീസ് പറഞ്ഞു വെച്ചാൽ ഡെവലപ്സ് ഡ്യൂറിങ് പ്രഗ്നൻസി ആൻഡ് യൂഷ്വലി ഡിസപ്പിയേഴ്സ് ആഫ്റ്റർ ചൈൽഡ് ബർത്ത്. അതായത് പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ അമ്മമാർക്ക് ഉണ്ടാവും, പിന്നെ മിക്കവാറും ആളുകൾക്ക് അത് പ്രസവത്തോടെ ഇല്ലാതെയാവും, ചില ആളുകൾക്ക് അത് കണ്ടിന്യൂ ചെയ്യും. ജനറ്റിക് പ്രീ ഡിസ്പോസിഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് ആർ സിഗ്നിഫിക്കന്റ് കോസസ്. പിന്നെ അതുപോലെ തന്നെ ജനറ്റിക് എന്താ ഹെറിഡിറ്ററി ഡിസീസ് ആണ് ഡയബറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാരമ്പര്യമായിട്ട് പകരാവുന്നതാണ്. ഒബീസിറ്റി, പുവർ ഡയറ്റ് ആൻഡ് ഇനാക്ടിവിറ്റി അല്ലെ, നമ്മള് എന്താ പറയാ അനങ്ങാതിരിക്കുന്ന ആളുകൾക്കൊക്കെ നമ്മള് എനർജി ആക്കി എന്താ പറയാ മെറ്റബോളിസം നടക്കുന്നില്ല, നമ്മൾ വേണ്ടത്ര എക്സസൈസ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനത്തെ ആളുകൾക്കൊക്കെയാണ് കൂടുതലായിട്ട് ഡയബറ്റീസ് വരുന്നത്, ലൈക്ക് ടൈപ്പ് 2 ഡയബറ്റീസ്. സിംറ്റംസ് ഇൻക്രീസ്ഡ് തേഴ്സ്റ്റ് ആൻഡ് ഫ്രീക്വന്റ് യൂറിനേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രീം ഹങ്കർ, ഡയബറ്റീസ് ഉള്ള ആളുകൾ കൂടുതൽ ഭക്ഷണം കഴിക്കും. തളർച്ച, ബ്ലഡ് വിഷൻ അല്ലെ, കണ്ണിനെ ബാധിക്കും അത്. സ്ലോ ഹീലിംഗ് ഓഫ് കട്ട്സ് ഓർ ബ്രൂയിസസ്, ശരീരത്തിൽ എന്തെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉണങ്ങാൻ കുറച്ച് താമസം എടുക്കും. അൺഎക്സ്പ്ലെയിൻഡ് വെയിറ്റ് ലോസ് ഓർ ഗെയിൻ അല്ലെ, അതായത് പെട്ടെന്ന് മെലിയ. numbness or tingling in the hands and feet, ഒരു തരിപ്പ്, കൈകാലുകളിലെ തരിപ്പ്. റിസ്ക് ഫാക്ടേഴ്സ്, ഏജ് ഓവർ 45 ഇയേഴ്സ് അല്ലെ, അതായത് 45 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് വരാം. ഫാമിലി ഹിസ്റ്ററി നമ്മൾ പറഞ്ഞു ഹെറിഡിറ്ററി ആണെന്ന്. ബീയിങ് വെയിറ്റ് ഓർ ഒബീസ്, തടി കൂടുതലുള്ള ആളുകൾക്ക് ഇതുപോലെ തന്നെ ഒബീസിറ്റി ഉള്ള ആളുകൾക്കും ഡയബറ്റീസ് വരാം. സെഡിനറ്ററി ലൈഫ് സ്റ്റൈൽ, ഇതുപോലെ തന്നെ ഒരു കുത്തഴിഞ്ഞ ഒരു ലൈഫ് സ്റ്റൈലിലൂടെയാണ് വരുന്നത്. ഈ ലേറ്റ് നൈറ്റ് ഫുഡിലൂടെയൊക്കെയാണ്, ലേറ്റ് നൈറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്നതിലൂടെയൊക്കെയാണ് ഡയബറ്റീസ് കൂടുതലായിട്ട് വരുന്നത്. ഹൈ ബ്ലഡ് പ്രഷർ ആൻഡ് ഹൈ കൊളസ്ട്രോൾ ലെവൽസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇത് മൂന്നും BP, കൊളസ്ട്രോൾ, ഷുഗർ ഒക്കെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ റിസ്കിയാണ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഹാർട്ട് ഡിസീസ് ഉണ്ടാവാം, ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് കാർഡിയോ വാസ്കുലർ പ്രോബ്ലംസ് ത്രൂ ഡയബറ്റീസ്. കിഡ്നിക്ക് ഡാമേജ് സംഭവിക്കാം, ക്യാൻ ലീഡ് ടു കിഡ്നി ഫെയിലിയർ. ദെൻ നെർവ് ഡാമേജ് കോസസ് നംനെസ്, പറഞ്ഞില്ലേ കൈകാലുകളിലെ തരിപ്പ്. ഓക്കെ, പിന്നെ അതുപോലെ ഡൈജസ്റ്റിക് ഇഷ്യൂസ്, ദഹനത്തിന് ബുദ്ധിമുട്ടുണ്ടാവാം.
ഐ ഡാമേജ് ഉണ്ടാവാം, അതായത് കണ്ണുകൾക്ക്. ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് കാറ്ററാക്ട്, തിമിരം ഉണ്ടാവാനുള്ള ആ ഒരു ചാൻസ് കൂടുതലാണ്. ഗ്ലൂക്കോമ, ബ്ലൈൻഡ്നെസ് ഒക്കെ നമുക്ക് ഡയബറ്റീസിലൂടെ ഉണ്ടാവാം. സ്കിൻ ഇൻഫെക്ഷൻ, ഇപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇൻഫെക്ഷൻ, അവരുടെ ഇങ്ങനെ ഒരു ചൊറിയലൊക്കെ ഉണ്ടാവും കൈയും കാലുകളിലൊക്കെ, എന്നിട്ട് ഇങ്ങനെ പാടുകളൊക്കെ ഉണ്ടാവും, റാഷസ് ഒക്കെ ഉണ്ടാവാം. ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെന്റീവ് മാനേജ്മെന്റ് ഫോർ ഡയബറ്റീസ്. എന്താണ് അതിന്റെ ട്രീറ്റ്മെന്റ്? മെഡിക്കേഷൻസ്, ഇൻസുലിൻ തെറാപ്പി ഓർ ഓറൽ മെഡിക്കേഷൻ, ടാബ്ലറ്റ് കഴിക്കാം, മെറ്റ്ഫോമിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടാബ്ലറ്റ്സ് അവൈലബിൾ ആണ്. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ലൈഫ് സ്റ്റൈൽ മാറ്റുക, ഹെൽത്തി ഈറ്റിംഗ്, അല്ലെ, വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് പകരം റെഗുലർ എക്സസൈസ്, വെയിറ്റ് മാനേജ്മെന്റ്, അല്ലെ, ഒക്കെ ശ്രദ്ധിക്കാം. പിന്നെ മോണിറ്ററിങ് ബ്ലഡ് ഷുഗർ, ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാം ബ്ലഡ് ഷുഗർ. റെഗുലർ ടെസ്റ്റിംഗ് ടു കീപ് ലെവൽസ് വിത്ത് ടാർഗറ്റിംഗ് റേഞ്ച്, അല്ലെ, നമുക്കറിയാം ഒരു 90 to 125 വരെയാണ് ഷുഗർ ലെവൽ ഫാസ്റ്റിങ്ങിൽ. അപ്പൊ അത് ആ ഒരു ലെവലിലേക്ക് നമ്മുടെ ബ്ലഡ് ഷുഗർ എത്തിക്കാനുള്ള എക്സസൈസും ജീവിത രീതികളും ഒക്കെ ഫോളോ ചെയ്യാം. അവോയ്ഡ് സ്മോക്കിംഗ്, സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് വളരെ റിസ്ക് ആണ്. ദെൻ സ്ട്രെസ് മാനേജ്മെന്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ക്രോണിക് സ്ട്രെസ് ക്യാൻ എലവേറ്റ് ബ്ലഡ് ഷുഗർ ലെവൽസ്, അല്ലെ. അപ്പം സ്ട്രെസ് ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ചിലപ്പോൾ എന്താണ് ഷുഗർ കൂടാം. ദെൻ BP, ഹൈപ്പർ ടെൻഷൻ, ഹൈ ബ്ലഡ് പ്രഷർ. Hypertension is often called the silent killer due to its lack of symptoms. സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് BP അടിച്ചു കയറി മരിക്കാം. ബ്ലഡ് പ്രഷർ റീഡിങ് അബവ് 90 to 140, അതറിയില്ല, ഏറ്റവും കുറവ് 90, 140, ഇതാണ് എന്താ പറയാ നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന് എബവ് ആയി കഴിഞ്ഞാലാണ് പ്രോബ്ലം വരിക. ലോങ് ടേം ഹൈ ബ്ലഡ് പ്രഷർ ക്യാൻ ഡാമേജ് ആർട്ടറീസ് ലീഡിങ് ടു ഹാർട്ട് അറ്റാക്ക് ഓർ സ്ട്രോക്ക്. അപ്പൊ ഈ ഒരു ലെവലിൽ നിന്ന് കൂടിക്കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്ക് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. can lead to kidney failure and vision problems if untreated. ബ്ലഡ് പ്രഷർ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കിഡ്നി ഫെയിലിയറും വിഷൻ പ്രോബ്ലംസും അതുപോലെ ഹാർട്ട് ഫെയിലിയർ, സ്ട്രോക്ക് ഒക്കെ ഉണ്ടാവാം. ഇറ്റ്സ് എ മേജർ റിസ്ക് ഫാക്ടർ ഫോർ കാർഡിയോവാസ്കുലർ ഡിസീസസ്, അല്ലെ, ഹാർട്ട് ബന്ധമായിട്ടുള്ള ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവാം. സിംറ്റംസ് എന്തൊക്കെയാണ്? ഓഫൻ നോ സിംറ്റംസ്, ഹെൻസ് ദ നെയിം ഈസ് സൈലന്റ് കില്ലർ. ഓക്കെ. സിവിയർ ഹെഡേക്ക് ആൻഡ് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, എന്താ പറയാ, ശ്വാസം അങ്ങനെ എന്താ പറയാ എടുത്തു വിടുക, അതായത് പെട്ടെന്ന് ശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ. നോസ് ബ്ലീഡ്സ് ഓർ ഡിസ്നെസ്, നല്ല ബ്ലഡ് പ്രഷർ ഉണ്ടായാലാണ് തലചുറ്റലും അതുപോലെ തന്നെ മൂക്കിലൂടെയൊക്കെ രക്തം വരിക. ചെസ്റ്റ് പെയിൻസ് ഓർ പാൽപിറ്റേഷൻസ്, അതുപോലെ തന്നെ എന്താ പറയാ നമുക്ക് വിയർക്കുക, അതുപോലെ ചെസ്റ്റ് പെയിൻ ഉണ്ടാവാം. ഫാറ്റിക്, അല്ലെ, തളർച്ച. ദെൻ കോസസ് എന്തൊക്കെയാണ്? പ്രൈമറി ഹൈപ്പർ ടെൻഷൻ ആണെങ്കിൽ നോ സ്പെസിഫിക് കോസ്, ലിങ്ക്ഡ് ടു ജനറ്റിക് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ്. പാരമ്പര്യമായിട്ടും ഹൈപ്പർ ടെൻഷൻ വരാം, ഡയബറ്റീസ് പോലെ തന്നെ. സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ കോസ്ഡ് ബൈ കണ്ടീഷൻ സച്ച് ആസ് കിഡ്നി ഡിസീസ് ഓർ സ്ലീപ്പ് അപ്നിയ. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കിഡ്നി ഡിസീസ് ഒക്കെ ഉണ്ടാക്കാൻ അതൊക്കെ ഉള്ള ആളുകൾക്ക് ഒരുപക്ഷെ ഹൈപ്പർ ടെൻഷൻ വരാം. ഒബീസിറ്റി ഉള്ള ആളുകൾക്ക്, അമിതവണ്ണമുള്ള ആളുകൾക്ക്. എക്സസ് ഫാറ്റ് ഇൻക്രീസസ് ദ റിസ്ക്. ദെൻ ഹൈ സാൾട്ട് ഇൻടേക്ക്, കൂടുതൽ ഉപ്പ് കഴിക്കുന്ന ആളുകൾക്ക്. എക്സസീവ് സോഡിയം ക്യാൻ റൈസ് ബ്ലഡ് പ്രഷർ. ആൽക്കഹോൾ ആൻഡ് ടൊബാക്കോ യൂസ്, ഓക്കെ, അതും ഒരു റിസ്ക് ഫാക്ടർ ആണ്. ദീസ് ക്യാൻ ഇൻക്രീസ് ബ്ലഡ് പ്രഷർ ലെവൽസ്. റിസ്ക് ഫാക്ടേഴ്സ്, ഫാമിലി ഹിസ്റ്ററി ഉള്ള, അതായത് ഹെറിഡിറ്ററി ആയിട്ട് വരുന്നതാണ്. പിന്നെ ഏജ് കൂടുന്തോറും ഇതുപോലെ തന്നെ എന്താണ് ഹൈപ്പർ ടെൻഷൻ ഒക്കെ വരാം. മാത്രമല്ല ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതൽ റിസ്ക് ആണ്, പറഞ്ഞു കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാം. സ്ട്രോക്കും അതുപോലെ തന്നെ കാർഡിയോവാസ്കുലർ ഡിസീസസ് ഒക്കെ ആയിട്ട്. സെഡന്ററി ലൈഫ് സ്റ്റൈൽ ഓർ ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി, എക്സസൈസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ക്രോണിക് സ്ട്രെസ് ഓർ ലാക്ക് ഓഫ് സ്ലീപ്പ്, മാത്രമല്ല സ്ട്രെസ് അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ ഒക്കെ ഹൈപ്പർ ടെൻഷൻ ഒരു കാരണമാണ്. ഹൈ ഇൻടേക്ക് ഓഫ് ആൽക്കഹോൾ, സാൾട്ട് ആൻഡ് പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്നതിലൂടെയും സാൾട്ട് അതുപോലെ തന്നെ ആൽക്കഹോൾ കൺസംഷനിലൂടെയൊക്കെ നമുക്ക് ഹൈപ്പർ ടെൻഷൻ കൂടാം. അതിന്റെ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് ഓർ ഹാർട്ട് അറ്റാക്ക്, അല്ലെ, ഹാർട്ട് ഫെയിലിയർ ഡ്യൂ ടു ദ ഹാർട്ട്സ് ഇനാബിലിറ്റി ടു പമ്പ് എഫിഷ്യന്റ്ലി, അതായത് പമ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. ഹൃദയത്തിലേക്ക് രക്തം എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും, അല്ലെ. പിന്നെ
തലച്ചോറിലേക്ക് രക്തം എത്തിയില്ല എന്നുണ്ടെങ്കിൽ സ്ട്രോക്ക് ഉണ്ടാവും. തലച്ചോറിൽ രക്തം കട്ട പിടിച്ചാൽ സ്ട്രോക്ക് ഉണ്ടാവും. മാത്രമല്ല ഹൈപ്പർ ടെൻഷനിലൂടെ ബ്ലഡ് വെസൽസ് പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഇതുപോലെ തന്നെ സ്ട്രോക്ക് ഉണ്ടാവാം. ബ്ലഡ് വെസൽസ് തലച്ചോറിലെ സെല്ലുകളൊക്കെ ജീവനില്ലാതെ പാരാലിസിസ് ഒക്കെ ഉണ്ടാവാം. അങ്ങനെ ഒരുപാട് റിസ്ക് ഉണ്ട് ഈ ഹൈപ്പർ ടെൻഷൻ കൊണ്ട്. കിഡ്നി ഡിസീസസ് ആൻഡ് ഇവൻച്വൽ കിഡ്നി ഫെയിലിയർ അല്ലെ, അതുപോലെ തന്നെ കിഡ്നി ഫെയിലിയർ വരെ ഉണ്ടാവാം. വിഷൻ ലോസ് ഫ്രം ഡാമേജ് ടു ദ ബ്ലഡ് വെസൽസ് ഇൻ ദി ഐസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, സ്ട്രോക്ക് ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കണ്ണിലേക്കുള്ള ആ ഒരു സെല്ലുകൾ, ന്യൂറോൺസിന്റെ പ്രവർത്തനം ഇല്ലാതെയായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാഴ്ച മങ്ങാം. ഈ സ്ട്രോക്ക് ഒക്കെ ഉള്ള ആളുകൾക്ക് ഇതുപോലെ കാഴ്ചക്ക് പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. ദെൻ അനീറിസം ഫ്രം വീക്കൻഡ് ബ്ലഡ് വെസൽസ്. ഇതുപോലെ തന്നെ ബ്ലഡ് വെസൽസ് വീക്ക് ആവുന്നതിലൂടെ പറഞ്ഞാൽ അതിലൂടെ ബ്ലഡ് പാസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെന്റീവ് മാനേജ്മെന്റ് ഫോർ ഹൈപ്പർ ടെൻഷൻ, ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുക, അതാണ് ഏറ്റവും വലുത്. റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി, ഉപ്പ് കുറയ്ക്കുക, ലോ സോഡിയം ഡയറ്റ് ആൻഡ് വെയിറ്റ് ലോസ്. മെഡിക്കേഷൻ, പുളിയുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉപ്പ് കൂടുതൽ ഇൻടേക്ക് ആവും. കാരണം പുളി ബാലൻസ് ചെയ്യാൻ വേണ്ടി കൂടുതൽ ഉപ്പിടും. കാരണം അച്ചാറൊന്നും കഴിക്കരുത് എന്നൊക്കെ പറയുന്നത്. ദെൻ മെഡിക്കേഷൻസ്, ഡയൂററ്റിക്സ്, AC ഇൻഹിബിറ്റേഴ്സ് ഓർ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്, ഇതൊക്കെ അതിന്റെ മെഡിക്കേഷൻ ആണ്. റെഡ്യൂസ് ആൽക്കഹോൾ ആൻഡ് ടുബാക്കോ യൂസ്, വെരി ഇമ്പോർട്ടൻറ്റ്. മോണിറ്റർ ബ്ലഡ് പ്രഷർ റെഗുലർലി ടു മാനേജ് ആൻഡ് പ്രിവെന്റ് സ്പൈക്സ്. കൂടുന്നുണ്ടോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ അതിന്റെ മെഷീനൊക്കെ ഉണ്ട്, അപ്പോൾ വീട്ടിൽ വാങ്ങി വെക്കാവുന്നതാണ് ഡയബറ്റീസ് ചെക്ക് ചെയ്യാനാണെങ്കിലും. Then manage stress. Techniques like meditation and yoga help lower blood pressure. Then heart attack. വളരെ കോമൺ ആണ്, യങ്സ്റ്റേഴ്സിലൊക്കെയാണ് ഇന്ന് കൂടുതലായിട്ട് ഹാർട്ട് അറ്റാക്ക് കണ്ടുവരുന്നത്. എ ഹാർട്ട് അറ്റാക്ക് occurs when blood flow to a part of the heart is blocked. അതായത് ഹാർട്ടിലേക്കുള്ള ബ്ലഡ് ഒഴുക്ക് നിന്ന് കഴിഞ്ഞാലാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത്. ഇറ്റ്സ് എ മെഡിക്കൽ എമർജൻസി റിക്വയറിംഗ് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ്. അല്ലാന്നുണ്ടെങ്കിൽ ഹാർട്ട് ബ്ലോക്ക് ആവും, സ്റ്റോപ്പ് ആവും. The heart muscle can be permanently damaged without timely intervention. അപ്പോൾ പെർമനന്റ് ആയിട്ട് ഹാർട്ട് മസിൽ ഡാമേജ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാം. ഓഫൻ കോസ്ഡ് ബൈ ആർത്രിയോസ്ക്ലിറോസിസ് ആൻഡ് ബ്ലഡ് ക്ലോട്ട്സ് ബ്ലോക്കിംഗ് കൊറോണറി ആർട്ടറീസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ കൊളസ്ട്രോൾ അതുപോലെ തന്നെ BP ഒക്കെ ഉള്ളത് കൊണ്ട് ഈ ആർട്ടറിയിലും അതുപോലെ ബ്ലഡ് വെസൽസിലൊക്കെ ക്ലോട്ട് ഉണ്ടാവാം. ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതിലൂടെ ഹൃദയത്തിലേക്കൊന്നും രക്തം എത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാം. ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ഇൻക്ലൂഡ്സ് അഡ്മിനിസ്ട്രിങ് ആസ്പിരിൻ, ക്ലോട്ട് ബസ്റ്റിംഗ് ഡ്രഗ്സ് ഓർ സർജറി. അപ്പൊ ട്രീറ്റ്മെന്റ് എന്തൊക്കെ? ആസ്പിരിൻ, ബ്ലഡ് ലൂസ് ആവാനുള്ള മരുന്നുകൾ, ക്ലോട്ട് ബസ്റ്റിംഗ് ഡ്രഗ്സ് കഴിക്കുക, അല്ലെങ്കിൽ സർജറി. അല്ലെ, നമുക്കറിയുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഇനി സിംറ്റംസ് എന്തൊക്കെയാണ്? ചെസ്റ്റ് പെയിൻ or discomfort, often radiating to the arm or jaw. അല്ലെ, നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഇടത് ഭാഗത്ത് ഉണ്ടാവുന്ന ജോ പറഞ്ഞു കഴിഞ്ഞാൽ ഈ താടിയെല്ല് മുതൽ നമ്മുടെ കൈ വരെ ഉണ്ടാവുന്ന വേദനയൊക്കെ ഹാർട്ട് ഡിസീസ് ആണ്, ഹാർട്ട് അറ്റാക്ക് ആവാം. ഡിഫിക്കൽട്ടി ബ്രീത്തിങ് ഓർ ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്. സ്വെറ്റിംഗ് ആൻഡ് നൗസിയ, അല്ലെ, അതായത് വിയർക്കുക, അതുപോലെ തന്നെ നൗസിയ, വൊമിറ്റിംഗ് ടെൻഡൻസി, ഫീലിംഗ് ലൈറ്റ് ഹെഡഡ് ഓർ ഡിസി. അതുപോലെ തന്നെ ഒരു എന്താ പറയാ, സ്റ്റേഷൻ ഇല്ലാത്ത അവസ്ഥ എന്നൊക്കെ പറയില്ലേ, ഇതിന് ഡിസിനസ്, തലചുറ്റ. അൺയൂഷ്വൽ ഫാറ്റിക് ഓർ വീക്ക്നെസ്, അല്ലെ, നമ്മള് സാധാരണ ഉള്ളതിന്റെ പോലെയല്ല, അൺയൂഷ്വൽ ആയിട്ടുള്ള ഫാറ്റിക്, തളർച്ച. കോസസ് ഓഫ് ഹാർട്ട് അറ്റാക്ക്, ആർത്രിയോസ്ക്ലിറോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേക്ക് ബിൽഡപ്പ് ഇൻ ആർട്ടറീസ് റെസ്ട്രിക്ട്സ് ബ്ലഡ് ഫ്ലോ. അതായത് നമ്മളെ ഹൃദയത്തിലേക്ക് ഒഴുകുന്ന ധമനികളിൽ ക്ലോട്ട് ഉണ്ടാവും. അതായത് പ്ലേക്ക് പറഞ്ഞു വെച്ചാൽ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ട് പ്ലേക്ക് ആയിട്ട് അത് കൂടെ ബ്ലഡ് പാസ് ചെയ്യാത്തൊരവസ്ഥ. അപ്പൊ അങ്ങനെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹാർട്ട് അറ്റാക്കിന്. ബ്ലഡ് ക്ലോട്ട്സ്, ദീസ് ക്യാൻ ഫോം ബ്ലോക്ക് ഇൻ ദ കൊറോണറി ആർട്ടറീസ്. അപ്പൊ ഈ പ്ലേക്കുകൾ കാരണം ബ്ലഡ് ക്ലോട്ടായി മാറും, ഒഴുകാതെ. ഹൈ ബ്ലഡ് പ്രഷർ ഡാമേജസ് ആർട്ടറീസ്, ഇൻക്രീസിംഗ് ദ റിസ്ക് ഓഫ് ബ്ലോക്കേജസ്, അല്ലെ, BP അതിനൊരു ഘടകമാണ്. അൺഹെൽത്തി ഡയറ്റ്, ഹൈ ഫാറ്റ് ആൻഡ് കൊളസ്ട്രോൾ ഫുഡ് കഴിക്കുക. ഇൻക്രീസിംഗ് പ്ലാക്ക് ബിൽഡപ്പ്, അതുപോലെ തന്നെ പ്ലാക്ക് ഉണ്ടാക്കും കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ. ജനറ്റിക് ഫാക്ടേഴ്സ്, ഫാമിലി ഹിസ്റ്ററി ഓഫ് ഹാർട്ട് ഡിസീസ്. റിസ്ക് ഫാക്ടേഴ്സ് ഫോർ ഹാർട്ട് അറ്റാക്ക്,
ദെൻ ഹൈ കൊളസ്ട്രോൾ ആൻഡ് ബ്ലഡ് പ്രഷർ ഹാർട്ട് അറ്റാക്കിന് കാരണമാവും. സ്മോക്കിംഗ് ആൻഡ് എക്സസീവ് ആൽക്കഹോൾ കൺസംഷൻ അല്ലെ. അതുപോലെ തന്നെ എന്താ പറയാ സെഡന്ററി ലൈഫ് സ്റ്റൈൽ ആൻഡ് ഒബേസിറ്റി. അപ്പൊ നമ്മള് ഡയബറ്റീസിനും ഹൈപ്പർ ടെൻഷനും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹാർട്ട് അറ്റാക്ക് കാരണമാവാം. ഡയബറ്റീസും ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിലും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാം. ഫാമിലി ഹിസ്റ്ററി ഹെറിഡിറ്ററി ആണ്. പിന്നെ അതുപോലെ തന്നെ സ്ട്രെസ് ആൻഡ് പുവർ ഡയറ്ററി ഹാബിറ്റ്സ്. ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെന്റീവ് മാനേജ്മെന്റ് ഓഫ് ഹാർട്ട് അറ്റാക്ക്. എമർജൻസി ട്രീറ്റ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ക്ലോട്ട് ബസ്റ്റിംഗ് ഡ്രഗ്സ് ആൻഡ് ആസ്പിറിൻ അല്ലെ. ഇതുപോലെ ക്ലോട്ട് ഇല്ലാതെ ആവാനുള്ള, ബ്ലഡ് ലൂസ് ആവാനുള്ള മരുന്നുകൾ കഴിക്കുക. സർജിക്കൽ ഇന്റർവെൻഷൻ, ആൻജിയോപ്ലാസ്റ്റി അറിയാലോ, അങ്ങനത്തെ എന്താണ് ട്രീറ്റ്മെന്റ് മീൻസ് സർജറികളൊക്കെ നടത്തുക. മെഡിക്കേഷൻസ്, ബ്ലഡ് തിന്നേഴ്സ്, ബ്ലഡ് ലൂസ് ആവാനുള്ള, കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കുക. ബീറ്റ ബ്ലോക്കേഴ്സ് ആൻഡ് സ്റ്റൈറ്റിൻസ് കഴിക്കുക. ദെൻ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക, കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക, എക്സസൈസ് നടത്തുക, പിന്നെ സ്മോക്കിംഗ് ഒഴിവാക്കുക. സ്ട്രെസ് മാനേജ്മെന്റ്, റിഡ്യൂസ് ഇമോഷണൽ സ്ട്രെസ് ത്രൂ റിലാക്സേഷൻ ടെക്നിക് അല്ലെ, റിലാക്സ്ഡ് ആയിരിക്കുക. ദെൻ ഒബീസിറ്റി. ഒബീസിറ്റി പറഞ്ഞ അമിതവണ്ണം. ഒബീസിറ്റി is defined as an excessive amount of body fat. ശരീരത്തിൽ അമിതമായിട്ട് ഫാറ്റ് അടിഞ്ഞു കൂടുന്നതിനെയാണ് ഒബീസിറ്റി എന്ന് പറയുന്നത്. ദെൻ ബോഡി മാസ് ഇൻഡെക്സ്, നമുക്കറിയാം BMI 30 or more is considered obese. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു BMI ടെസ്റ്റ് ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ബോഡി മാസ് ഇൻഡെക്സ് കണ്ടെത്താം. അതിലിപ്പോ എന്താ നമ്മുടെ ഹൈറ്റ് ബൈ അല്ല ഓക്കെ നമ്മുടെ വെയിറ്റ് ബൈ ഹൈറ്റ് ആണ് അതിൽ നോക്കുന്നത്. അപ്പൊ അതിൽ ഒരു 30 കൂടുതലായി കഴിഞ്ഞാൽ ഒബീസിറ്റി എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഒരു യഥാർത്ഥ ഒരു വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മൾ കണക്കാക്കുമ്പോൾ ഒരു വ്യക്തിക്ക് അയാളുടെ ഹൈറ്റ് എത്ര ഉണ്ട്, ഇപ്പൊ ഒരു 170 സെന്റിമീറ്റർ ഉള്ള ഒരു വ്യക്തിയാണ്, ഏകദേശമാണ് BMI അല്ലാതെയാണ് പറയുന്നത്. 170 ഉണ്ട് വെച്ചാൽ അതിൽ നിന്നൊരു 100 കുറയ്ക്കാം, ഒരു 70 വരെ ആവാം അവരുടെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബിലോ 70 ആയിരിക്കണം. മേജർ റിസ്ക് ഫാക്ടർ ഫോർ ടൈപ്പ് 2 ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസ് ഒക്കെ വരാം ഒബീസിറ്റി ഉണ്ടെങ്കിൽ. ക്യാൻ ലീഡ് ടു ജോയിന്റ് പ്രോബ്ലംസ്, ബ്രീത്തിങ് ഇഷ്യൂസ് ആൻഡ് സ്ലീപ്പ് അപ്നിയ. Then management requires a combination of diet, exercise and behavioral therapy. ഒബീസിറ്റിക്ക് ഇന്ന് കുറെ ചികിത്സാ മാർഗങ്ങളുണ്ട്. സിംറ്റംസ് ഓഫ് ഒബീസിറ്റി: increased body fat around abdomen and thighs. തുടകളിലും അബ്ഡോമെനിലും ഫാറ്റ് അടിഞ്ഞുകൂടുക. ഡിഫിക്കൽട്ടി ഇൻ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഓർ എക്സസൈസ് അല്ലെ, നമുക്ക് അനങ്ങുമ്പോൾ തന്നെ പെട്ടെന്ന് തളർച്ച വരിക, എന്തെങ്കിലും ചെറിയ എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ. ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ആൻഡ് ഫാറ്റിക്, ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്, തളർച്ച. ജോയിന്റ് പെയിൻ എസ്പെഷ്യലി ഇൻ ദ നീ ആൻഡ് ബാക്ക്, നമ്മളെ ഭാരം താങ്ങിയിട്ടൊക്കെ ആയിരിക്കാം നീസിനും കാൽമുട്ടുകളിലും ബാക്കിലൊക്കെ വേദന വരിക. ഹയർ റിസ്ക് ഫോർ ഡെവലപ്പിംഗ് ക്രോണിക് കണ്ടീഷൻസ് ലൈക്ക് ഡയബറ്റീസ് ആൻഡ് ഹാർട്ട് ഡിസീസ് അല്ലെ. അപ്പോൾ ഏറ്റവും മാരകമായിട്ടുള്ള അസുഖങ്ങളായിട്ടുള്ള ഡയബറ്റീസും ഹാർട്ട് ഡിസീസും ഒക്കെ വരാൻ ഒബീസിറ്റി ഒരു കാരണമാണ്. കോസസ് ഓഫ് ഒബീസിറ്റി: പുവർ ഡയറ്റ് അല്ലെ, ഹൈ കലോറി ഫുഡ് കൂടുതൽ കഴിക്കുക, ഫാസ്റ്റ് ഫുഡ് കഴിക്കുക, ഷുഗറി ഡ്രിങ്ക്സ് അല്ലെ, മധുരം ഇൻടേക്ക് ചെയ്യുന്നതിലൂടെ ഒബീസിറ്റി വരാം. ഫിസിക്കൽ ഇനാക്ടിവിറ്റി പോലെ സെഡന്ററി ലൈഫ് സ്റ്റൈൽ വിത്ത് മിനിമൽ എക്സസൈസ് ചെയ്യാതിരിക്കുക. ജെനറ്റിക്സ് ഹെറിഡിറ്ററി ആണ്. ജെനറ്റിക് ഫാക്ടേഴ്സ് മേ ഇൻഫ്ലുവൻസ് ഫാറ്റ് സ്റ്റോറേജ്. പൊതുവെ അങ്ങനെ തടി എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഹെറിഡിറ്ററി ആണ്, കുടുംബ പാരമ്പര്യമായിട്ട് ഉണ്ടാവാം. ദെൻ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, ഇമോഷണൽ സ്ട്രെസ് ആൻഡ് കംഫർട്ട് ഈറ്റിംഗ് അല്ലെ. ചില ആളുകൾക്ക് ഭക്ഷണം ഇങ്ങനെ ഭയങ്കര പ്രിയമായിരിക്കും, അപ്പൊ അവർക്ക് ഒബേസിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. മെഡിക്കേഷൻസ് മേ കോസ് വെയിറ്റ് ഗെയിൻ. ഇപ്പൊ നമ്മള് അനന്ത് അംബാനിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ അല്ലെ, പുറത്ത് കല്യാണമൊക്കെ കഴിഞ്ഞില്ല 1 വർഷം മുൻപ്. അപ്പൊ അനന്ത് അംബാനിക്ക് ഇതുപോലെ തന്നെ എന്തോ ആസ്മയ്ക്ക് എന്തോ സ്റ്റിറോയിഡ്സ് കഴിച്ചിട്ടാണ് അങ്ങനെ വെയിറ്റ് ഉണ്ടായത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഏതെങ്കിലും മെഡിക്കേഷൻസിലൂടെയും ഇതുപോലെ തന്നെ വെയിറ്റ് ഉണ്ടാവാം, ഒബേസിറ്റി ഉണ്ടാവാം. ഇനി എങ്ങനെയാ അത് മാനേജ് ചെയ്യാം? ബാലൻസ്ഡ് ഡയറ്റ്, ഫോക്കസ് ഓൺ ഹോൾ ഫുഡ്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് ലീൻ പ്രോട്ടീൻസ് അല്ലെ. ഫാറ്റി ഫുഡ് ഒഴിവാക്കുക കുറെ. ഫിസിക്കൽ ആക്ടിവിറ്റി അറ്റ്ലീസ്റ്റ് 30 minutes ഓഫ് എക്സസൈസ് മോസ്റ്റ് ഡേയ്സ്. മിക്കവാറും ദിവസങ്ങളിൽ 1/2 മണിക്കൂറെങ്കിലും മാറ്റിവെക്കുക ഫോർ എക്സസൈസ്. ബിഹേവിയറൽ തെറാപ്പി അഡ്രസ് ഇമോഷണൽ ഈറ്റിംഗ് ആൻഡ് സ്ട്രെസ് അല്ലെ. സ്ട്രെസ് മാനേജ്മെന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈറ്റിംഗ്, ഭക്ഷണത്തിനോട്
ഉള്ള അമിത ആവേശം നിർത്തലാക്കുക. മെഡിക്കൽ ഇന്റർവെൻഷൻ, മെഡിക്കേഷൻസ് ഓർ വെയിറ്റ് ലോസ് സർജറി ഇൻ സിവിയർ കേസസ്, അല്ലെ, ഫാറ്റ് റിമൂവിംഗ് സർജറീസ് ഒക്കെ ഉണ്ട് ഇപ്പോൾ. സപ്പോർട്ട് സിസ്റ്റംസ്, ഗ്രൂപ്പ് കൗൺസിലിംഗ് ഓർ വെയിറ്റ് ലോസ് പ്രോഗ്രാംസ് ക്യാൻ ഹെൽപ്പ്. അപ്പോൾ ഇതിലൂടെയൊക്കെ അവർക്ക് എന്ത് ചെയ്യാം, ഒബീസിറ്റി കുറയ്ക്കാൻ പറ്റും. ഒബീസിറ്റി റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാവാനായിട്ട് ഒബീസിറ്റി വളരെയധികം കാരണമാവാറുണ്ട്. ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാം. ദെൻ കാർഡിയോവാസ്കുലർ ഡിസീസസ്, ഹാർട്ട് ഡിസീസ്, സ്ട്രോക്ക് ആൻഡ് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാവും. പിന്നെ സ്ലീപ്പ് അപ്നിയ, ദാറ്റ് ഈസ് ഫാറ്റ് ഡിപ്പോസിറ്റ്സ് ഇൻ ത്രോട്ട് കോസ്ഡ് ബ്രീത്തിങ് ഇഷ്യൂസ്. അപ്പൊ നമുക്ക് ഉറക്കക്കുറവ്, ഉറക്കത്തിന്റെ പ്രോബ്ലംസ് ഉണ്ടാവാം. ദെൻ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ടാവാം. ജോയിന്റ് സ്ട്രെസ് ഡാമേജ് ഡ്യൂ ടു എക്സസ് വെയിറ്റ്, അല്ലെ, മുട്ടുവേദനയൊക്കെ ഇവർക്ക് സ്ഥിരമായിട്ട് ഉണ്ടാവുന്നതാണ്. ദെൻ ക്യാൻസർ, ഹൈ റിസ്ക് ഓഫ് സർട്ടൻ ക്യാൻസേഴ്സ് ഇൻക്ലൂഡിംഗ് ബ്രസ്റ്റ് ആൻഡ് കോളൻ. അതായത് അമിതമായിട്ടുള്ള ഈ ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്യുന്നതിലൂടെ. ദെൻ അൾസറും ഒരു രോഗം, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. അൾസർ എന്ന് പറഞ്ഞിട്ട് മുറിവ്, വ്രണം എന്നൊക്കെയാണ് മീൻ ചെയ്യുന്നത്. Ulcers are open sores that develop in the lining of the stomach or small intestine. വയറ്റിലോ അല്ലെങ്കിൽ സ്മോൾ ഇൻറ്റസ്റ്റൈനിലോ ഉണ്ടാവുന്ന വ്രണങ്ങളെയാണ് നമ്മൾ അൾസർ എന്ന് പറയുന്നത്. ക്യാൻ കോസ് സിവിയർ പെയിൻ എസ്പെഷ്യലി ആഫ്റ്റർ മീൽസ്, അല്ലെ, ഭക്ഷണം കഴിച്ചാൽ ഉണ്ടാവുന്ന അമിതമായ വേദന, അതൊക്കെ ഇതിന് കാരണമാണ്. മേജർ കോസസ് ഇൻക്ലൂഡ് ഇൻഫെക്ഷൻ, ഹെലിക്കോബാക്ടർ പൈലോറി ആൻഡ് ലോങ് ടേം യൂസ് ഓഫ് പെയിൻ കില്ലേഴ്സ്. അതായത് ഇൻഫെക്ഷൻ, ഹെലിക്കോബാക്ടർ പൈലോറി പറഞ്ഞിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ട് അൾസർ ഉണ്ടാവാം, മുറിവുണ്ടാവാം നമ്മുടെ ഇൻറ്റസ്റ്റൈൻ, കുടലിലൊക്കെ. അതുപോലെ തന്നെ പെയിൻ കില്ലേഴ്സ് കൂടുതലായിട്ട് കഴിക്കുന്നതിലൂടെയും അൾസർ ഉണ്ടാവാം. ട്രീറ്റ്മെന്റ് ഇൻക്ലൂഡ്സ് മെഡിക്കേഷൻ ടു റിഡ്യൂസ് സ്റ്റൊമക് ആസിഡ് ആൻഡ് ആന്റിബയോട്ടിക്സ്. നമ്മുടെ സ്റ്റൊമക്കിൽ ഉണ്ടാവുന്ന ദഹനത്തിന് ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ് എക്സസ് ആയി കഴിഞ്ഞാൽ ഈ അൾസറുകൾ ഉണ്ടാവുക. അപ്പൊ അത് കുറയ്ക്കുക. അതുപോലെ ആന്റിബയോട്ടിക്സിലൂടെയൊക്കെ അത് ട്രീറ്റ് ചെയ്യാം. പ്രിവെന്റീവ് മെഷേഴ്സ് ഇൻക്ലൂഡ് അവോയ്ഡിങ് ഇറിറ്റേറ്റിംഗ് ഫുഡ്സ് ആൻഡ് മാനേജിങ് സ്ട്രെസ്. ഇതുപോലെ തന്നെ കൂടുതൽ എരിവുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ സ്ട്രെസ് മാനേജ് ചെയ്യുക എന്നൊക്കെ ഉള്ളതൊക്കെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ്. പിന്നെ കോസ് ഓഫ് സ്റ്റൊമക് അൾസേഴ്സ്, ഹെലിക്കോബാക്ടർ പൈലോറി ഇൻഫെക്ഷൻ. അപ്പോൾ ആ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഡാമേജസ് ദ സ്റ്റൊമക് ലൈനിങ്, അല്ലെ. അതായത് സ്റ്റൊമക് ലൈനിങ് എന്ന് പറഞ്ഞു വെച്ചാൽ ആ പാളി, സ്റ്റൊമക്കിന്റെ പാളി, ആമാശയത്തിന്റെ പാളി, അത് തിന്ന് നശിപ്പിക്കാം. അതിലൂടെ നമുക്ക് അൾസർ ഉണ്ടാവാം. എക്സസീവ് യൂസ് ഓഫ് NSAIDs, ഓക്കെ, അതായത് നോൺ സ്റ്റിറോയിഡ് ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്, അല്ലെ. അപ്പൊ ചില ഡ്രഗുകൾ, മരുന്നുകൾ ഇതുപോലെ തന്നെ നമുക്ക് അൾസറുകൾ ഉണ്ടാക്കാം. സ്ട്രെസ്സിലൂടെ ക്യാൻ ഇൻക്രീസ് സ്റ്റൊമക് ആസിഡ് പ്രൊഡക്ഷൻ. അപ്പോ അതിലൂടെ ആസിഡാണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ദഹനത്തിന് സഹായിക്കുന്ന ആസിഡ്. നമുക്കറിയാം അത് എത്ര പവർഫുൾ ആണെന്ന്. അപ്പൊ ആ ആസിഡ് നമ്മുടെ വയറിൽ എക്സസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മുറിവുണ്ടാവും, അല്ലെ. Then smoking increases the risk of ulcer formation and delays healing. സ്മോക്കിംഗ് ഉള്ള ആളുകൾക്ക് അൾസർ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ട്രീറ്റ്മെന്റ്, അത് ക്യൂർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ദെൻ ആൽക്കഹോൾ കൺസംഷൻ ക്യാൻ ഇറിറ്റേറ്റ് ദ സ്റ്റൊമക് ലൈനിങ്, അല്ലെ. അതുപോലെ തന്നെ കൂടുതലായിട്ട് എക്സസൈസ് ആയിട്ട് ആളുകൾ ആൽക്കഹോൾ കുടിക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ സ്റ്റൊമക്കിൽ, വയറിൽ മുറിവുകൾ ഉണ്ടായേക്കാം. സിംറ്റംസ് എന്തൊക്കെയാണ്? ബേണിംഗ് സ്റ്റൊമക് പെയിൻ ഓഫൻ ബിറ്റ്വീൻ മീൽസ് ഓർ അറ്റ് നൈറ്റ്. രാത്രിയിലോ അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ ഇടയിലോ, ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിലൊക്കെ ഭയങ്കര സ്റ്റൊമക് പെയിൻ ഉണ്ടാവാം. നോസിയ ആൻഡ് വൊമിറ്റിംഗ്, ഛർദ്ദിക്കുക. ദെൻ ഇൻഡൈജഷൻ ആൻഡ് ബ്ലോട്ടിംഗ്, ഇതുപോലെ തന്നെ ദഹനമില്ലാത്ത അവസ്ഥ. ലോസ് ഓഫ് അപ്പിറ്റൈറ്റ്, അല്ലെ, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട്. ഫീലിംഗ് ഫുൾ ക്വിക്കലി, പെട്ടെന്ന് തന്നെ വയറ് നിറഞ്ഞൊരവസ്ഥ തോന്നുക. ദെൻ ഡാർക്ക് സ്റ്റൂൾസ്, അതായത് വയറ്റിൽ ബ്ലീഡിങ് ഉണ്ടായത് കൊണ്ടാണ്, അതായത് സ്റ്റൂൾ നമ്മള് മലം ഡാർക്ക് കളറായിട്ട് വരിക. ദെൻ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞു വെച്ചാൽ എൻഡോസ്കോപ്പി വഴി അത് ഡയഗ്നോസ് ചെയ്യാം. എ ട്യൂബ് വിത്ത് ക്യാമറ, അറിയാലോ, തൊണ്ടയിൽ കൂടെ ഇറക്കിയിട്ട് സ്റ്റൊമക് ലൈനിങ്ങിൽ പരിശോധിക്കുക അവിടെ മുറിവുണ്ടോ എന്നുള്ളത്. ദെൻ ബാരിയം സ്വാലോ, എക്സ്റേ പ്രൊസീജിയേഴ്സ് ടു ചെക്ക് ഫോർ അൾസേഴ്സ്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം ടു ഡിറ്റക്ട് ഹെലിക്കോബാക്ടർ പൈലോറി ഇൻഫെക്ഷൻ, അതുകൊണ്ടാണോ എന്ന് അറിയാനായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. ദെൻ സ്റ്റൂൾ ടെസ്റ്റ് ടു ഐഡന്റിഫൈ ഇൻഫെക്ഷൻ ഓർ ബ്ലീഡിങ്. ബ്രീത്ത് ടെസ്റ്റ് ഡിറ്റക്ട്സ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. അപ്പൊ ഇതിലൂടെയൊക്കെയാണ് നമുക്ക് അൾസർ ഉണ്ടോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്.
Then treatment and preventive measures for stomach ulcers, medications, മരുന്ന്, proton pump inhibitors and H2 blockers to reduce acid. ആസിഡ് കുറയ്ക്കുക, നമ്മുടെ ശരീരത്തിൽ അതിനുള്ള മരുന്നുകൾ കഴിക്കുക, അതുപോലെ തന്നെ H2 blockers ഒക്കെ വെച്ചിട്ട് ആസിഡ് കുറയ്ക്കാം. Then antibiotics കഴിക്കുക to eliminate Helicobacter pylori infection. അപ്പൊ ആ ബാക്ടീരിയ ഇല്ലായ്മ ചെയ്യാൻ ആന്റിബയോട്ടിക്സ് കഴിക്കാം. Avoid NSAIDs, that is use pain relievers like acetaminophen instead. അപ്പോൾ എന്താ പറയാ, ഇങ്ങനത്തെ മരുന്ന് മെഡിക്കേഷൻസ് ഒക്കെ ഒഴിവാക്കുക, പെയിൻ കില്ലേഴ്സ് ഒക്കെ. Avoid smoking and alcohol. Eat smaller meals. Avoid spicy or acid foods. ആസിഡ് ഫുഡുകൾ, ഓൾറെഡി നമ്മുടെ വയറ്റിൽ ആസിഡ് ഉണ്ട്, പിന്നെ വീണ്ടും ആസിഡ് ഫുഡുകൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ കൂടുതലായിട്ട് അസിഡിക് ആവും. അങ്ങനെ എന്താണ് പറയാ, അൾസേഴ്സ് നമ്മുടെ വയറ്റിൽ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ബാക്കി ന്യൂട്രീഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഹോപ്പ് ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. ടെക്സ്റ്റ് വായിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്.